ഗുഡ് ഈവനിങ് ഓൾ. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ബുക്ക് റിവ്യൂ സൂം പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ കുറെ ആഴ്ചകളായി എല്ലാ വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം, അതിന്റെ പ്രത്യേകതയും അതിലൂടെ കിട്ടുന്ന വാല്യുബിൾ ആയിട്ടുള്ള അറിവും അല്ലെ, ആ അറിവ് പകർന്നു തരുന്ന നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകൻ രമേശൻ മാഷക്കുള്ള നമ്മുടെ നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്. ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനും നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും പേനയും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പറ്റാവുന്നത്ര ആളുകൾ സാഹചര്യം ഓക്കെ ആണെങ്കിൽ വീഡിയോ ഓൺ ആക്കിയിരിക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോം കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പൊ ആ ഒരു ശ്രദ്ധ കൂടി നിങ്ങളിലേക്ക് തന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ രമേശൻ മാഷെ ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. യെസ്, താങ്ക് യു മനീഷ്. നമ്മൾ കുറച്ചു കാലങ്ങളായിട്ട് തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബുക്ക് റിവ്യൂ സീരീസിലേക്ക് സ്വാഗതം. ഒരു പക്ഷേ പുതിയ ആൾക്കാരുണ്ടാവും, പഴയ ആൾക്കാർ നമ്മൾ ഒന്നുകൂടെ ഇതൊരു പഠന വേദിയായിട്ട് കണ്ടാൽ മതി. സ്വാഭാവികമായിട്ട് ഒരു ട്രെയിനിങ് സീരീസ് പോലെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള മറ്റ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ അവസാനം ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് ചെയ്യാം. എനിക്ക് ഏറെ സന്തോഷം. ഇത് വളരെ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഒന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു സ്കൂളിൽ ഞാൻ എന്നെ അവിടെ ഒരു സ്പീക്കറായിട്ട് ക്ഷണിച്ചു. അതായത് നമ്മുടെ കൗമാര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ടീൻസ് ക്ലബ് എന്ന് പറയുന്ന കേരളം മുഴുവൻ വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 9ാം ക്ലാസ്സിലെയൊക്കെ കുട്ടികൾക്ക് എന്താണ് ഭാവി ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ പ്രോഗ്രാമിൽ ഞാൻ സംവദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടികളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇന്ന് പൊതുവേ നമുക്ക് മൊബൈൽ അഡിക്ഷനോ ഒക്കെ തന്നെ വളരെ ഗൗരവമായ വിഷയമായിട്ട് അതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? അവർ പറഞ്ഞു 11-11:30 ഉറങ്ങുന്നത്. എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? വളരെ വൈകിട്ടാണ്. നിങ്ങൾ ആ സമയം എന്താ ചെയ്യുന്നത്? ചിലർ പറഞ്ഞു ഞാൻ മൊബൈൽ നോക്കുന്നു, ചിലവർ പറഞ്ഞു അവരുടേതായ കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ ഗൗരവമായ ഒരു രോഗത്തിൽ നിങ്ങൾക്ക് എത്തുകയും ഒരു 50 വയസ്സിനുള്ളിൽ നിങ്ങൾക്കൊക്കെ ഒരു മരണം വരെ സംഭവിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നത് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്റെ പ്രതീക്ഷകളെ ഒക്കെ തകിടം മറിച്ചുകൊണ്ട് അവരത് സശ്രദ്ധം 1 മണിക്കൂർ കേൾക്കുകയും അവർ ഗൗരവമായി അതിനെ കാണുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഞാൻ ഈ സെഷൻസ് ഇങ്ങനെ പല സ്കൂളിലും ചെയ്യാണ്. അതേ സ്കൂളിൽ തന്നെ 600ഓളം കുട്ടികൾക്ക് ഞാൻ ഈ പ്രോഗ്രാം അടുത്ത 22-23 ദിവസങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് എന്റെ സ്കൂളിൽ ചെയ്തൊരു അഡ്വക്കേറ്റ് ആണ്, അവർ തളിപ്പറമ്പ് ബാറിൽ. അപ്പൊ ഞങ്ങളൊക്കെ പരസ്പരം ഈ ട്രെയിനിങ്ങിന് മുമ്പ് സംസാരിച്ചൊരു കാര്യമുണ്ട്. എന്താണ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ? അവർ പറയണ ഞങ്ങൾക്ക് ഇത് ആരും പറഞ്ഞു തന്നിട്ടില്ല. എനിക്ക് അവരുടെ സങ്കടം തോന്നിയ ഒരു ഫ്രീ ഫയർ എന്നൊരു ഗെയിം കളിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, നീ എത്രാമത്തെ ലെവലിലാണ്? അവൻ 56 പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 2.5 വർഷമായില്ലേ നീ തുടർച്ചയായിട്ട് ഇത് കഴിക്കുന്നു കളിച്ചു. അവൻ പറഞ്ഞു ഞാൻ 2.5 വർഷത്തിന് മേലെ കളിച്ചു. ഞാൻ ഇത് ആരാണ് മൊബൈലിൽ തരുന്നത്? അത് എന്റെ അച്ഛനാണ് തരുന്നത്. ഞാൻ അച്ഛൻ അറിയാമോ ഇതിലുണ്ടാക്കുന്ന ദുരന്തങ്ങൾ? ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് യാനം നടത്തി വരുന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. ഒരു വലിയ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ല അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ ചില പുസ്തകങ്ങളുടെ ആമുഖമായി എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇത് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത്ര ഒരു സീരിയസ് ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇത് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ഇനി നമ്മൾ കാത്തിരിക്കരുത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി ഒരു പരിധിവരെ നമ്മളെ കീഴടക്കുന്നതിന്റെ അപ്പുറത്തേക്ക് കൃത്രിമ ബുദ്ധി തന്നെ സൃഷ്ടിക്കുന്ന കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് ക്രിയേറ്റിംഗ് അനദർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അത് വരുന്ന വർഷമാണ് 2026. കുറെ ഏറെ ഗുണങ്ങളും കുറേയേറെ നമുക്ക് ദോഷങ്ങൾ ഇതിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ വേദിയിൽ ലിങ്ക് ലഭിച്ചു കയറിയ പ്രിയപ്പെട്ടവരെ, അതിൽ സാധാരണ വീട്ടമ്മമാരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, ട്രെയിനർമാരുണ്ട്, ഒക്കെയുണ്ട്. നമുക്കൊരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മുടെ സമൂഹത്തിന് അറിവ് കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റൂ. തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് അവർക്കാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് പൊതുസമൂഹത്തിലും ഈ വിഷയം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂറോ സയൻസിൽ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് കുറേയേറെ ഈ കാര്യങ്ങൾ മനസ്സിലായത്. കുട്ടികൾ എത്രത്തോളം അഡിക്ഷനിലാണ്. കുട്ടികൾ മാത്രമല്ല,
മുതിർന്നവരും. നമ്മൾ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ ഫോൺ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഇതിനെ നിരോധിക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. വളരെ വലിയ ഒരു സാമൂഹ്യ വിപത്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നത്. ഒരു 8 വർഷം മുമ്പ്, 8-9 വർഷം മുമ്പേ ആ തോന്നുന്നു, ടൈറ്റാനിക് എന്നൊരു സിനിമയുടെ പ്രശസ്തി നമുക്ക് മനസ്സിലായത്. അതിലെ അഭിനയിച്ച പ്രധാന നടൻ ഡി കാപ്രിക്കോ ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി കോൺഫറൻസിൽ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എത്ര ദുരന്തത്തിലേക്കാണ് പോകുന്നത്. ആഗോള താപനത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് പിന്നീട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ മുതലാന്ന് തോന്നുന്നു ഒരു പാഠമായി വന്നിരുന്നു. ആ സ്പീച്ച് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത് ആർക്കും എന്താണ് മനസ്സിലാവാത്തത്? ഭരണാധികാരികൾക്ക് മനസ്സിലാവുന്നില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്ന് നമ്മൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കൊടും ചൂടും വലിയ തണുപ്പും അല്ലെങ്കിൽ കാലം തെറ്റി വരുന്ന കാലവർഷവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അന്ന് ചെയ്ത തെറ്റിന്റെ ശിക്ഷകളാണ്. ഇതിനേക്കാൾ ഭീകരമാണ് ഇനി വരാൻ പോകുന്ന സമൂഹത്തിന്റെ അവസ്ഥ. കാരണം ഞാൻ കുട്ടികളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾ റീൽസ് കാണാറില്ലേ? ഉണ്ട്. ഒരു റീൽ കണ്ടിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റുമോ? അവരൊന്നില്ല. ഒട്ടനവധി റീലുകൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അറിയുന്നില്ല നമ്മുടെ തലച്ചോറിലേക്ക് ഡോപ്പമൈൻ എന്ന് പറയുന്ന നമുക്ക് ക്ഷണിക സന്തോഷം നൽകുന്ന, അങ്ങനെ പറയണം, ക്ഷണിക സന്തോഷം നൽകുന്ന ആ ഒരു അത്ഭുത വസ്തു ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു തലച്ചോർ. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും ഇനി സാധ്യമല്ല. അങ്ങനെ സാധ്യമാകണമെങ്കിൽ രേഖപ്പെടുത്തി ഒരു പുസ്തകമാക്കുകയും ചെയ്ത നെപ്പോളിയൻ ഹിൽ എന്ന അസാമാന്യ പ്രതിഭയെ നമുക്ക് നമസ്കരിക്കാതെ പറ്റില്ല. അദ്ദേഹമൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ആ ശ്രമം അല്ലെങ്കിൽ ആ എടുത്ത വേദന, ആ പെയിൻ ഇന്ന് നമ്മളൊരു പുസ്തക രൂപത്തിൽ വായിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലെ മാനവ സ്നേഹി ഉണരുന്നത്. അങ്ങനെയുള്ള ഒരു മാനവ സ്നേഹിയായിട്ടാണ് ഞാൻ നെപ്പോളിയൻ ഹില്ലിനെ കാണുന്നത്. ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഈ പുസ്തകം ഞാൻ അന്നും പറയാറുണ്ട് ഈ വേദിയിൽ. തന്റെ 26ാമത്തെ വയസ്സ് മുതൽ തന്റെ മരണം വരുന്ന 84 വയസ്സ് വരെ തുടർച്ചയായി തന്റെ കൂടെ തന്നെ കൊണ്ടു നടന്ന് വായിച്ച് ഒരധ്യായമെങ്കിലും ഒരു ദിവസം വായിച്ച് അത് പ്രാവർത്തികമാക്കി ജീവിത വിജയം നേടിയ ബോബ് പ്രോക്ടറെ ഓർമ്മിച്ചുകൊണ്ടുമാണ് ഈ പ്രഭാഷണ പരമ്പര തുടരുന്നത്. ഇതിനർത്ഥം ഒരു കേവലം ഒന്നുമല്ലാത്ത ഒരാൾ എന്തുമാവാൻ ഈ പുസ്തകത്തിൽ സാധിക്കും. പക്ഷേ നമ്മളിത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രസക്തമായ ചോദ്യം. അതിനാൽ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 75ഓളം ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഇനിയും ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു നെപ്പോളിയൻ ഹില്ലിന് മാത്രം അവകാശപ്പെട്ടതല്ല. ഇതൊരു ബോബ് പ്രോക്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ഇത് ഈ പ്രപഞ്ചത്തിൽ ജനിച്ച ഏതൊരു മാനവരാശിയിലെ അംഗത്തിനും സാധിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. 13 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിനുള്ളത്. അതിൽ കുറെ അധ്യായം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. എങ്കിലും എല്ലാ ദിവസവും ഇത് തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഞാൻ ഇതിന്റെ കഥ ഇതുവരെ പറയും. പണ്ട് മലയാള മനോരമ ആഴ്ചപ്പതിപ്പും മംഗളം ആഴ്ചപ്പതിപ്പും ഒക്കെ വായിച്ച ഒരു തലമുറയിൽപ്പെട്ടവരാണല്ലോ നമ്മൾ. അന്ന് ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുമ്പോൾ അതിന്റെ കഥ ഇതുവരെ വായിച്ച് നമ്മുടെ ഡിറ്റക്റ്റീവ് റോയ്ക്ക് എന്തായി എന്ന് നമ്മൾ കാത്തിരിക്കാറുണ്ട്. അത് പറഞ്ഞതുപോലെ ഒരു കഥ ഇതുവരെ ഞാൻ പറയട്ടെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായി വന്നവർക്ക് ഇത് മനസ്സിലാവില്ല. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇതിന്റെ അവസാനം നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റും. എല്ലാ വ്യാഴാഴ്ചയുമാണ് ഈ പ്രഭാഷണ പരമ്പര നടക്കുന്നത്. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ എനിക്ക് അന്ന് എടുക്കാൻ പറ്റില്ല, അടുത്ത ദിവസം ഉണ്ടാവും. ഒരാഴ്ചയും മുടങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഈ 8 മണി എന്ന് പറയുന്ന സമയത്ത് കൃത്യം നമ്മൾ ആരംഭിച്ചിരിക്കും. അത് ഒരു 9 മണി മുതൽ 9:15 വരെ ചർച്ച അടക്കം തുടരും. ഇതാണ് ഇതിന്റെ ഒരു ടിപ്പിക്കൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ പുസ്തകം എല്ലാവരും വാങ്ങണം എന്നാണ് ആദ്യത്തെ ആവശ്യം. ഏത് പുസ്തകമാണോ നമ്മൾ പറയുന്നത് അത് ആമസോണിലൊക്കെ അവൈലബിൾ ആയ പുസ്തകമാണ്. ഇത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. ഒരു 100-300 രൂപ ചെലവഴിക്കാൻ പറ്റും. ഈ പുസ്തകം ഇപ്പോൾ ഇതിന് ലേറ്റസ്റ്റ് എഡിഷനിൽ ഒരു പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ബെസ്റ്റ് സെല്ലേഴ്സ് ഓഫ് ഓൾ ടൈം എന്ന് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിലേതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. നെപ്പോളിയൻ ഹിൽ പുസ്തകം വായിക്കുന്നു, അത് നല്ല കാര്യം തന്നെ.
ആ പുസ്തകം എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കുക, എന്നിട്ടൊന്ന് മണപ്പിക്കുക, നമ്മൾ ആ പുസ്തകത്തിൽ പ്രണയിക്കുക. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു പരിപാടിയില്ലേ, അതൊന്ന് തുറന്നിട്ട് അതിനൊരു മണം നമുക്ക് വളരെയധികം എന്താ പറയുക, നമ്മളെ സ്വാധീനിക്കുന്ന ഒരു മണം ഉണ്ടാവാറുണ്ട്. ഇന്നും ഞാൻ ആ പുസ്തകങ്ങൾ സ്കൂളിൽ അധ്യാപകനോ ഹെഡ് മാസ്റ്ററൊക്കെ ആണെങ്കിലും ആ പുതിയ പുസ്തകം കിട്ടുമ്പോൾ ഒന്ന് മണത്ത് നോക്കുക. ആ കുട്ടിക്കാലത്തുള്ള സ്കൂളിലേക്ക് ഒന്ന് കടന്നു പോകാൻ എന്റെ നാരായണ മാഷയും ദാമോദരൻ മാഷയൊക്കെ ഓർമ്മിക്കാൻ നമുക്കൊരു പക്ഷേ പ്രചോദനം നൽകുന്നത് മണമായിരിക്കും. അതുപോലെ ഈ പുസ്തകം ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് മണത്തൊക്കെ നോക്കുക, ഒന്ന് അതിനെ സ്പർശിക്കുക, എന്നിട്ട് അത് ഭംഗിയായിട്ട് ഷെൽഫിൽ വെക്കുക, പിന്നെ അത് തുറക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത് സെൽഫ് ഡെവലപ്മെന്റിന് ഇറങ്ങിയ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ പലരുടെയും വീടുകളിൽ ഷെൽഫ് ഡെവലപ്മെന്റിനാക്കി മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ എപ്പോൾ പറയാറുണ്ട്. അങ്ങനെ പോരാ. ഏതായാലും പുസ്തകത്തിലേക്ക് അതിന് 13 അധ്യായങ്ങളിൽ 1-ാമത്തെ അധ്യായം ഡിസയർ എന്ന അധ്യായമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വേണം. പലരും ചോദിക്കും എന്തിനാ ജീവിക്കുന്നത് വെച്ചാൽ, സാർ ഇങ്ങനെ ജീവിച്ചങ്ങ് പോകുന്നു എന്നല്ലാതെ വ്യക്തമായ ഒരു ലക്ഷ്യവും നമുക്ക് ഉണ്ടാവാറില്ല. നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നതായിട്ട് ഓർമ്മിക്കുക, ഒരുപാട് ബസ്സുകൾ. ലക്ഷ്യബോധമില്ലാത്തവൻ ഏത് ബസ്സിലും കയറാം, പക്ഷെ ലക്ഷ്യബോധമുള്ളവൻ ആ ബസ് തന്നെ തേടി പിടിച്ച് കയറും. ഇതാണ് സാധാരണക്കാരുടെയും വിജയുടെയും തമ്മിലുള്ള വ്യത്യാസം. ആ ഡിസയറിനെ കുറിച്ച് വളരെ വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ അധ്യായങ്ങളും ആവർത്തിക്കില്ല, കാരണം അങ്ങനെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. 2-ാമത്തെ അധ്യായം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഫെയ്ത്ത് ആണ്, വിശ്വാസം. വിശ്വാസത്തെ കുറിച്ച് മതങ്ങളിലും എല്ലാ തരത്തിലും പറഞ്ഞു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നമ്മൾ കേട്ടിട്ടുണ്ട്, ബൈബിൾ വാക്യം. സംശയാത്മ വിനശ്വതി, അല്ലെങ്കിൽ സംശയമുള്ളവൻ നശിച്ചു പോകുന്നു എന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് ഒരേ ആശയത്തിന്റെ 2 വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ഈ പ്രഭാഷണ പരമ്പര നടക്കുമ്പോൾ ഒരു വിശ്വാസമില്ലാതെ ഞങ്ങൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ധ്യാനം അങ്ങനെ ചെയ്യാറില്ല. പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഉറപ്പായിട്ടൊരു കാര്യം പറയാം, വരുന്ന ആഴ്ചകളിൽ ഇതിൽ എത്രയാണോ ഇതിന്റെ കപ്പാസിറ്റി അത്ര വരെ നിറയുമെന്നതിൽ യാതൊരു സംശയവും. അങ്ങനെ നിറയുമ്പോൾ അടുത്ത ഒരു ഇപ്പൊ 300 കപ്പാസിറ്റി, അത് 500 ഞങ്ങളാക്കും, പിന്നെ 1000 ആക്കും. കാരണം അറിയട്ടെ, ജനങ്ങൾ പഠിക്കട്ടെ. ഈ പുതിയ ആധുനിക ലോകത്ത് ഡിജിറ്റൽ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും സ്വസ്ഥമായിരുന്ന് ഇതൊന്ന് തുറന്നു നോക്കി കേൾക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു എന്താ പറയുക ഒരു ഉപകരണമാണ് കമ്പ്യൂട്ടർ, അല്ലെ ലാപ്ടോപ്പ്, അല്ലെ മൊബൈൽ ഫോൺ. അതിനെ ഇങ്ങനെ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ സൂം. അപ്പോ ഫെയ്ത്ത് അതൊരു വിശ്വാസത്തിന്റെ തുടക്കമാണ്. വിശ്വാസത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് മാത്രമല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി ഒരു വലിയ സമൂഹത്തോട് പറഞ്ഞിരുന്നു, നമ്മൾ ചന്ദ്രനിൽ പോകും, അതാദ്യം ഒരു അമേരിക്കക്കാരനായിരിക്കും. ആ വിശ്വാസമാണ് നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യനെ അവിടെ എത്തിച്ചത്. ഒരു പരിധിവരെ നമ്മളെ വിട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ APJ തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെച്ച ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിന്റെ നാഴികക്കല്ലുകൾ ഒന്നൊന്നായി നമ്മൾ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ആ മഹത് പ്രതിഭ ഇപ്പൊ നമ്മുടെ കൂടെയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകൾ ഇന്നും ആ ലക്ഷ്യബോധത്തിലേക്ക് മറ്റുള്ള വ്യക്തികളിലൂടെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇന്ത്യൻ സ്പേസ് മിഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വിശ്വാസത്തിന്റെ കാര്യമാണ് പറയാനുള്ളത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് ക്യാമറ തിരിച്ചാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്? അത് നിങ്ങളുടെ നടത്തത്തിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ എല്ലാത്തിലും നമുക്ക് നിങ്ങളുടെ വിശ്വാസത്തെ മനസ്സിലാവും. പലരും നിരാശയോടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഇനി എന്തു ചെയ്യുമെന്ന് നിൽക്കുമ്പോഴും അവർക്ക് വിശ്വാസം എന്ന ഒരൊറ്റ വാക്കുണ്ടെങ്കിൽ അവരെ പ്രകൃതി കൈവിടില്ല എന്ന് ഒട്ടനവധി പേർക്ക് ഈ വേദിയിൽ നിന്ന് തന്നെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വലിയ പ്രശ്നമുള്ള കാര്യമാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവരുടെ 2-ാമത്തെ അധ്യായം അതിനെ കുറിച്ചാണ്. 3-ാമത്തേതാണ് നമ്മുടെ ആന്തരിക സംഭാഷണമായ ഓട്ടോ സജഷൻ. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് വാക്കുകളിലൂടെ. രമേശ നീ എങ്ങനെയുണ്ട്? ഒരു രക്ഷയൊന്നും പെടാൻ സാധ്യതയില്ല, എങ്ങനെ പോകുന്നു എന്ന് പറയുന്ന രമേശന്മാരാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ. പേര് നിങ്ങളുടേതാക്കണമെന്ന് മാത്രം, അല്ലാതെ എന്റെ പേര് മാത്രം പറയരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളായിരുന്നു ഞാനും. പക്ഷെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്, പണ്ടാരോ പറഞ്ഞ കണക്കെ ആനക്ക് ആനയുടെ ശക്തി അറിയില്ല. ഏതാനയ്ക്ക്? തളക്കപ്പെട്ട ആനക്ക്. കാട്ടിലാനക്ക് അതിന്റെ ശക്തി അറിയാം. പക്ഷെ നാട്ടിൽ അറിയാതെ വിട്ടുപോവുകയോ എങ്ങനെയെങ്കിലും എത്തപ്പെടുകയോ ചെയ്ത് ആ ചെറിയ പാപ്പാന്റെ ഭീകരമർദ്ദനങ്ങളിൽ താൻ ചെറുതാണെന്ന് അറിയാതെ വിശ്വസിച്ചു പോയ ആനയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അതാണ് നമ്മൾ അതിശക്തനാണെന്ന് ഏത് നിമിഷം നിങ്ങൾ തിരിച്ചറിയുന്നുവോ അന്ന് നിങ്ങളിലെ ആ അദമ്യമായ ശക്തി പുറത്തു വരും. അത് വിജയത്തിലേക്ക് കുതിക്കും. വിജയം നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. ഒരു സംശയം വേണ്ട.
അതാണ് മൂന്നാമത്തെ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞത്. സ്വയം പറയുന്നതിനെ മാറി എനിക്ക് പറ്റും, എനിക്കിത് ചെയ്യാൻ പറ്റും, ഞാൻ വിജയിക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം, ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടാകണം. അതാണ് ഓട്ടോ സജഷൻ എന്ന അധ്യായത്തിൽ വളരെ ചുരുക്കത്തിൽ, അത് വലിയ അധ്യായമാണ്, ഞാൻ ചുരുക്കി ഒരു വാക്കിൽ പറഞ്ഞാൽ അതിന്റെ കഥ ഇതുവരെ അതാണ്. മറ്റൊന്ന് സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ് അടുത്ത അധ്യായം. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ അറിവ് നമുക്കുണ്ട്, നമുക്ക് വേണ്ട അറിവാണോ എന്നുള്ളതാണ് ചോദ്യം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഒരു വിദ്യാഭ്യാസം നേടുന്ന ഒരു കുട്ടി, അവൻ ഓട്ടോമൊബൈലിലാണ് അവന്റെ സ്പെഷ്യലൈസ്ഡ് ആണെന്നുള്ളത്. ഇപ്പൊ വലിയൊരു ദുരന്തം കാണുന്നത് ബിടെക് പഠിക്കാൻ പോകുന്ന കുട്ടികൾ, MBBS അല്ലെങ്കിൽ MBBS അത്ര പോകാനല്ല, ബിടെക് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ടെക്നോളജി പഠിച്ച് 5-8 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ നാടുതീറെയുള്ള ബാങ്കുകളിൽ ക്ലർക്കായി ജോലി ചെയ്യുമ്പോൾ അത് മഹാദുരന്തമല്ലേ? ഞാൻ പല കുട്ടികളും ചോദിച്ചു, ഞാൻ ഇപ്പൊ അങ്ങോട്ട് ചോദിക്കലുണ്ട്, നീ ബിടെക് കഴിഞ്ഞതല്ലേ? അതെ. പിന്നെ എന്തിനാ ബാങ്കിലായത് സാർ? വേറൊന്നും കിട്ടിയില്ല. എത്ര വർഷമാണ് വേസ്റ്റ്? അതിനൊരു കൊമേഴ്സ് എടുത്ത് പഠിച്ചാൽ പോരെ? സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് കുട്ടികളോട് സംസാരിച്ചൊരു വിഷയമാണ്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് അറിവ് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ അറിവ് ആഗ്രഹിക്കുന്ന വിഷയത്തിലായിരിക്കണം നിങ്ങളുടെ അറിവുണ്ടാവേണ്ടത്. ഇപ്പൊ ന്യൂറോ സയൻസ് എന്ന വിഷയം മാത്രമേ ഞാൻ പഠിക്കുകയില്ല. മറ്റൊരു വിഷയം ഇന്ത്യൻ ഹിസ്റ്ററി എനിക്ക് ആവശ്യമില്ല, പണ്ട് ഞാൻ പഠിച്ചിരുന്നു. ഇന്ന് എനിക്കെന്തിനാ ഇന്ത്യൻ ഹിസ്റ്ററി അറിയേണ്ട ആവശ്യം? അതൊരു പക്ഷേ ഇപ്പൊ എന്റെ സ്കൂളിൽ ഷനോജ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഷനോജിന് വേണം, ഷനോജ് ഇസ് എ സോഷ്യൽ സയൻസ് ടീച്ചർ. എനിക്ക് ഇനി അക്ബറും അതോടൊപ്പം തന്നെ ബാബറും ഇബ്രാഹിം ലോധിയും ഒന്നും ആവശ്യമില്ല. അതിലും വളരെ രസകരമായ കാര്യമുണ്ട് കേട്ടോ. ഞാനൊരിക്കൽ ചരിത്ര വിദ്യാർത്ഥികളോട് ഒരു ചോദ്യം ചോദിച്ചു. ആദ്യത്തെ പാനിപ്പറ്റ് യുദ്ധം 1526 സംഭവം. ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബറും ഇബ്രാഹിം ലോധിയും കൂടിയായിരുന്നു യുദ്ധം ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എത്ര കാലമാണ് ആ യുദ്ധം നിലനിന്നത്? പല ചരിത്ര വിദ്യാർത്ഥികൾ എന്നോട് പറഞ്ഞു, 1 വർഷം, 2 വർഷം, 3 വർഷം. ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, ആ യുദ്ധം 3 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ ഇബ്രാഹിം ലോധിയുടെ ആനപ്പടയും അവിടെ ബാബറിന്റെ തോക്കിൽ നിന്നുണ്ട ഉണ്ടകൾ വന്നപ്പോ ആനകൾ തിരിഞ്ഞോടി എല്ലാ പട്ടാളക്കാരും മരിക്കുകയും അങ്ങനെ വളരെ ഈസി ആയിട്ട് ബാബർ ജയിക്കുകയും ചെയ്തു. ഇതൊരു ചരിത്ര ബോധത്തിന്റെ പ്രശ്നമാണ്. ഒരുപക്ഷെ ചരിത്രത്തെ ആഴ്ന്നിറങ്ങുന്ന ഒരു വ്യക്തിക്ക് അത് കണ്ടെത്താൻ പറ്റും. ഞാൻ മറ്റൊരു ചോദ്യം കൂടി ചരിത്ര വിദ്യാർത്ഥിയോട് ചോദിച്ചു. ചരിത്ര അധ്യാപകരോട് ഉൾപ്പെടെയുള്ള മേഖലയോടാണ് ഞാൻ ചോദിച്ചത്, അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1789 മനോഹരമായ അക്കം 1789 ഫ്രഞ്ച് വിപ്ലവം നടന്നു. ഞാൻ പറഞ്ഞു, ആ സമയത്ത് കേരളത്തിലോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരു ഐഡിയ ഇല്ല. അപ്പോഴാണ് സുഹൃത്തുക്കളെ ടിപ്പു ഇതിലെ പോയത് എന്ന് പറയുന്ന ഒരു സാമാന്യ ബോധവിജ്ഞാനമാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്സിൽ, നിങ്ങളൊരു ട്രെയിനർ ആണെങ്കിൽ ട്രെയിനിങ്ങിൽ, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ പാചകത്തിൽ, നിങ്ങളൊരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ ആ രംഗത്തുള്ള അറിവ് മാത്രമേ നേടാൻ ശ്രമിക്കാവൂ എന്നുള്ളതാണ് ജീവിതത്തിന്റെ മറ്റൊരു വിജയ രഹസ്യം എന്ന് പറയുന്നത് എന്നാണ് സ്പെഷ്യലൈസ്ഡ് നോളജിൽ നെപ്പോളിയൻ ഹിൽ പറയുന്നത്. അടുത്തത് ഇമാജിനേഷൻ അല്ലെങ്കിൽ ഭാവനയെ കുറിച്ചിട്ടാണ്. നമ്മളൊക്കെ ആ വാക്ക് കേട്ടിട്ടുണ്ട്, ഭാവന. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു സിനിമ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രമാണ്. അതിൽ ഭാവന എന്ന ഒരു നടി സംയുക്ത വർമ്മ അവന്റെ ആദ്യത്തെ സിനിമയാണല്ലോ. ഭാവന എന്ന് പറഞ്ഞപ്പോ തിരക്കഥ നാടകം എഴുതിക്കൊണ്ടിരിക്കുന്ന ജയറാമിന്റെ അടുത്ത് അവൾ പറയുന്നത്, അപ്പൊ ചോദിക്കുന്നത്, എനിക്ക് കുറച്ച് ഭാവന കിട്ടുന്ന ഒരു മിഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭാവന എന്താണ്? അവിടെ 2 തരത്തിൽ പറയുന്നുണ്ട്, ക്രിയേറ്റീവ് ഇമാജിനേഷനും സിന്തറ്റിക് ഇമാജിനേഷനും. അതൊക്കെ വളരെ വിശദമായിട്ട് ഞാനൊന്ന് പറഞ്ഞു തന്നാണ്. നമ്മൾക്ക് ആവശ്യം ഈ സിന്തറ്റിക് ഇമാജിനേഷൻ അല്ല, ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആണ്. നമ്മളുടെ ഭാവന നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉൾക്കൊള്ളുന്ന തരത്തിൽ വളർന്നിട്ടുണ്ടോ? മനുഷ്യൻ വളരെ ചെറുതാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഹബിൾ ടെലിസ്കോപ്പ് അയക്കുന്ന തരത്തിൽ അവിടെ അത് അന്തരീക്ഷത്തിൽ അത് കറങ്ങുന്ന വിധത്തിലുള്ള ഒരു സ്പേസ് മിഷൻ ഉണ്ടാക്കാൻ, ഒരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കാനുള്ള ബുദ്ധി നമുക്കില്ലേ? നമ്മൾ പറക്കുന്ന വിമാനം കണ്ടെത്തിയില്ലേ? ഇതൊക്കെ ആരുടെയൊക്കെയോ ഇമാജിനേഷനാണ്. മനുഷ്യൻ ചന്ദ്രനിൽ പോകുന്നതിന് എത്രയോ മുമ്പ് തന്നെ H.G. വെൽസ് എന്ന ആ പ്രസിദ്ധനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ, അദ്ദേഹം ഒരു കുട്ടിയായിരുന്നപ്പോൾ വളരെ മെലിഞ്ഞിട്ടാണ്. ക്ലാസ്സിൽ കുട്ടികൾ എപ്പോഴും ഇവനെ പന്ത് തട്ടും. എപ്പോഴും കൈയും കാലും പൊളിഞ്ഞ് കട്ടിലിൽ മലന്ന് കിടക്കുമ്പോൾ അവൻ ആകാശത്തെ കുറിച്ചാണ് ചിന്തിച്ചത്, ചന്ദ്രനെ കുറിച്ചാണ് ചിന്തിച്ചത്. ആ ചന്ദ്രനിലേക്ക് പോകുന്നവരെ കുറിച്ചുള്ള ഒരു ഭാവനാത്മകമായ നോവൽ എഴുതിയ H.G. വെൽസ് ആദ്യമായി ചന്ദ്രനിൽ പോയ മനുഷ്യനാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ നീൽ ആംസ്ട്രോങ്
ഇവിടെ ഭാവനയുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന്റെ ഭാവന സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മുടെ പ്രസിദ്ധനായ നമ്മുടെ പ്രധാനമന്ത്രി, നമുക്കറിയുന്ന ശ്രീ നരേന്ദ്രമോദി 25 വർഷം മുമ്പേ അദ്ദേഹത്തെ ഗുജറാത്തിൽ വെച്ചൊരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ അതുണ്ട്. അദ്ദേഹം പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സാധാരണ കുടിലിന്റെ ഒരു ചാർപ്പോയിൽ ഇരുന്ന് ഉത്തരം പറഞ്ഞിരുന്ന മോഡി അന്ന് പറഞ്ഞു, നിങ്ങൾ 20 വർഷം കഴിഞ്ഞ് വരൂ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും, ആ സമയത്ത് നമുക്ക് വലിയൊരു ഇന്റർവ്യൂ നടത്താം. ആ പത്രപ്രവർത്തകൻ അത്ഭുതത്തോടെ ഇപ്പോഴും ആ സംഭവം ഓർക്കുന്നു എന്നുള്ളതാണ് ഭാവനയുടെ ശക്തി. നമ്മുടെ ജീവിത വിജയത്തിന്റെ ഒരു ക്രിയാത്മകമായ ചിത്രീകരണം നടത്താനുള്ള മാനസിക കഴിവാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്രിയേറ്റീവ് ഇമാജിനേഷൻ. അടുത്തത് ഓർഗനൈസ്ഡ് പ്ലാനിങ് ആണ്. നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണിത്. ഓർഗനൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആസൂത്രണമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ പലർക്കും ഒരു ഐഡിയ ഇല്ല. നാളെ എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരമുണ്ടോ? നാളെ വൈകുന്നേരം വരെയുള്ള നിങ്ങളുടെ ഈ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അതാണ് ഓർഗനൈസ്ഡ് പ്ലാനിങ്. ഇന്ന് 8 മണിക്ക് ഈ പ്രഭാഷണം തുടങ്ങണമെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് 7:45 തന്നെ എൻ്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ എത്തണം. ഞാൻ 7:40 തന്നെ എത്തി. എൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞ് കൃത്യം 7:50 തന്നെ നമ്മൾ പ്രവേശിച്ചു. 8 മണിക്ക് സെഷൻ ആരംഭിച്ചു. ഇതൊരു പ്ലാനിങ്ങിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പൊ നാളെ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, രമേശൻ മാഷ് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, വ്യക്തമായി ഞാൻ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 3:30 എന്റെ ഉണർന്ന്. കൃത്യം 3:30 തന്നെ ഞാൻ എഴുന്നേൽക്കും. അതിനുശേഷമുള്ള എന്റെ എക്സസൈസ്, അതിനുശേഷമുള്ള മോർണിംഗ് ട്രാൻസ്മിഷൻ, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഭാഷണം, അത് 5 മണിക്കാണ്. അതിനെക്കുറിച്ചുള്ള ഒരു അറിവും കൂടി ഇന്ന് തരുന്നുണ്ട്. അത് ഞങ്ങൾ 5 മണി മുതൽ 6 മണി വരെ നടക്കുന്ന ഒരു കഴിഞ്ഞ 95 ദിവസങ്ങളായിട്ട് തുടർച്ചയായി നടത്തുന്ന ഒരു പ്രഭാഷണ പരമ്പരയുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലെ ന്യൂറോ സയൻസ് ആണ് അതിൽ പറയുന്നത്. ഇതൊരു ബുക്ക് റിവ്യൂ അല്ല. അതിന്റെ പുതിയ അഡ്മിഷൻ എന്ന നിലയിൽ നാളെ വൈകുന്നേരം 8 മണിക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യാൻ, രാവിലെ വരാൻ താല്പര്യമുള്ളവർ മതി. അവർക്ക് അതിന്റെ ആമുഖ ഭാഷണം ഞാൻ നാളെ നടത്തുന്നുണ്ട്. 8 മണിക്ക് അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ആ 8 മണിക്ക് വന്നാൽ ഇതുവരെ അവിടെ പഠിപ്പിച്ച ചെറിയൊരു രൂപം കിട്ടും. പിന്നെ നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 5 മണിക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഇത് തികച്ചും സൗജന്യമായ ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഓർഗനൈസ്ഡ് പ്ലാനിങ്. ഓർഗനൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ പ്ലാൻ. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഇഫ് യു ഹാവ് നോ പ്ലാൻ യു വിൽ ഫിറ്റ് ഇൻ ടു അതർ മാൻസ് പ്ലാൻസ്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ പ്ലാനിൽ ചെന്നുപെടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? ഞാൻ ഇന്ന് മക്കളോട് പറഞ്ഞത്, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ആരുടെയെങ്കിലും പ്ലാനിൽ ചെന്ന് പെടരുത്. കാരണം നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്. അടുത്തത് ഡിസിഷനാണ്. പലർക്കും ജീവിതത്തിൽ പരാജയം ഉണ്ടാവുന്നത് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല. തീരുമാനമെടുക്കാൻ പറ്റുക എന്നത് അതിശക്തമായ ഒരു കഴിവാണ്. അതൊരു ലീഡറുടെ കഴിവാണ്. എന്റെ ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം, ഈ വേദിയിൽ വന്ന് വരുന്ന ഏതൊരു സാധാരണക്കാരനും അതീവ ബുദ്ധിമാനൊന്നും എനിക്ക് ആവശ്യമില്ല. ആ സാധാരണക്കാരനെ അസാമാന്യമായ നേതൃത്വ പാഠവുമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കിയിട്ടാണ് നമ്മൾ ഇത് മാറ്റുന്നത്. അതാണ് യാനം എന്ന ഞങ്ങളുടെ ഓർഗനൈസേഷന്റെ ശക്തി. യു ആർ നോട്ട് എലോൺ മൈ ഡിയർ, അല്ലെങ്കിൽ അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഒരു വാക്യത്തിലൂടെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊരു ടാഗ് ലൈൻ ഉണ്ട്, യാനം രക്ഷതി സർവത്ര. ആകുമെങ്കിൽ എല്ലാവരെയും ഒന്ന് രക്ഷിക്കാം. ആകുമെങ്കിൽ എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾ ആകണമെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്, യാനം അംഗങ്ങളല്ല തീരുമാനിക്കുന്നത്, ഇൻഫിനിറ്റ് ഇന്റലിജൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സാ. അവിടെ ഡിസിഷനാണ് ആവശ്യം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഏത് സാഹചര്യത്തിലുമാവട്ടെ, ഏത് ദാരിദ്ര്യാവസ്ഥയിലുമാവട്ടെ, ഏത് ചിന്താ പദ്ധതിയിലുമാവട്ടെ, എങ്ങനെയുള്ള ആളുമാകട്ടെ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ഡിസയറിന് കണക്കായിട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ബാഹ്യ പ്രചോദനം നൽകാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കൂ. ആന്തരിക പ്രചോദനം നിങ്ങൾ തന്നെ വരണം. അതുകൊണ്ടാണ് ഡിസിഷനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് മാസ്റ്റർ മൈൻഡിനെ കുറിച്ചിട്ടാണ്. അതായത് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മളെ പോലെ ഏത് വിജയമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് കണക്കായ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. ആ ഗ്രൂപ്പിൽ ആയിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? അതുകൊണ്ടാണ് ബിൽഗേറ്റ്സിനെ പോലെയുള്ള പ്രശസ്തർ പറഞ്ഞത്, നിങ്ങളുടെ വരുമാനം എത്രയെന്ന് ഞാൻ എളുപ്പം പറയാം, നിങ്ങളുടെ കൂട്ടുകാരുടെ വരുമാനത്തിന് ആവറേജ് ആയിരിക്കും. ഞാൻ കണ്ടത് ഇതൊരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിലേക്കുള്ള മാറ്റമാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ പെടുന്നു. മാസ്റ്റർ മൈൻഡ് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് കണക്കായ ആൾക്കാരുടെ കൂട്ടായ്മയാണോ? നിങ്ങൾ ഒരു പാചകക്കാരനാണെന്ന് ഇരിക്കട്ടെ, നിങ്ങൾ ആരെ ഗ്രൂപ്പിലായിരിക്കണം? നല്ല പാചകം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകണം. പറ്റുമെങ്കിൽ
സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ തൃശ്ശൂർ നടക്കുമ്പോൾ ആ പഴയിടത്തിന്റെ രുചി ഒന്ന് അറിയാൻ ശ്രമിച്ചു നോക്കൂ. കാരണം അദ്ദേഹം ഒരു പാചകക്കാരനാണ്. പക്ഷെ എന്താണ് പഴയിടത്തിന്റെ പ്രത്യേകത? അത് ആ മേഖലയിലെ ഒരു ശക്തനായ വിജയിയാണ്. അല്പസമയം മാത്രം അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവൽ. അപ്പൊ അദ്ദേഹം സാധാരണക്കാരനാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ വിഷൻ കുറച്ച് വലുതാണ്. അതുകൊണ്ടൊരു വലിയ രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നടക്കുന്നു. ഇവിടെ നമ്മൾ പറയുന്ന മാസ്റ്റർ മൈൻഡ് അതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇപ്പൊ ഏകദേശം 8ഓളം അധ്യായം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ബാക്കി അധ്യായങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഒരു അധ്യായം സെലക്ട് ചെയ്യുന്നു. ഓർഡറിലല്ല ഞാൻ പറയുന്നത്, കാരണം ഇത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം സെക്സ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന അധ്യായമാണ് വേണ്ടത്. അത് ഞാൻ പിന്നീട് എടുക്കാം. അതിനേക്കാളൊക്കെ ആവശ്യമുള്ള ഇന്ന് ആദ്യമായിട്ട് വരുന്നവർ കൂടെ ഉൾപ്പെടുന്ന ഒരു മേഖല എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഈ അധ്യായമാണ് എടുക്കുന്നത്. പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. ഈ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊരു പുസ്തകമാണ്. അത് എഴുതിയത് മർഫി എന്ന് പറയുന്ന ഒരു പള്ളി ലക്ഷണം. എനിക്ക് തോന്നുന്നു മനഃശാസ്ത്ര മേഖലയിൽ വളരെയധികം വിപ്ലവമായ ഒരു ചിന്താ പദ്ധതി ഉൾക്കൊണ്ട ഒരു പുസ്തകമാണ് ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൽ വളരെ വിശദമായിട്ടാണ് ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണം. എഴുതിയെടുക്കാൻ പറ്റുന്നവർ മാത്രം എഴുതിയെടുത്താൽ മതി, ബാക്കിയുള്ളവർ കേട്ടാൽ മതി. ഇതൊരു ശക്തമായ വാക്കാണ്. ഒരു പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ ഇതിലുണ്ടാവാം, അല്ലെങ്കിൽ ആ വാക്ക് മുൻപ് കേട്ടവരുണ്ടാകാം, അതിനെ അതിശക്തമായി ഉപയോഗിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഞാൻ ഇത് പറയുന്നത് സാധാരണക്കാരനായ ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. ദ കണക്ഷൻ ലിങ്ക് എന്നാണ് ഇതിനെ പറയാ. അത് നമ്മുടെ 11ാമത്തെ സ്റ്റെപ്പാണ് ഇതിൽ പറയുന്നത്. അതിനിടയിൽ 1-2 നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയും. എന്താണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് മൈൻഡ് എന്താണെന്ന ചോദ്യത്തിന് ഈ പുസ്തകം എഴുതിയത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. പക്ഷെ 1990 ശേഷം മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്നതൊന്നും ഇല്ലെന്നും അത് നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺസിന്റെ അല്ലെങ്കിൽ ഞരമ്പ് എന്തായാലും പറയാം നാഡികൾ എന്നൊക്കെ പറയാം, ആ ന്യൂറോൺസിന്റെ ഒരു പ്രകടനപരത മാത്രമാണ് മനസ്സെന്നുമുള്ള ആധുനിക ന്യൂറോ സയൻസ് പ്രകാരം മനസ്സില്ല. പക്ഷെ അതിലേക്ക് വരുന്നതിന് മുമ്പ് അത് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതുകൊണ്ടാണ് പലരും സബ് കോൺഷ്യസ് മൈൻഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഒരുപാട് ട്രെയിനിങ് കഴിഞ്ഞവരുണ്ട്, അത്തരം ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്, ഒക്കെ വേദിയിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ അതിന്റെ ഉപബോധ മനസ്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതിന്റെ മലയാളം ഉണ്ട് കേട്ടോ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് വായിച്ചു നോക്കണം. അതിൽ ഒരു അനുഭവം പറയുന്നുണ്ട് മർഫി. ഒരിക്കലും കാറില് ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു. പെട്ടെന്ന് ആ കാറ് മറിയുന്നു. ഈ കുഞ്ഞ് ആ കാറിന് അടിയിലാവുന്നു. ഒന്നും ആലോചിക്കാതെ അമ്മ സ്വന്തം ഒറ്റയ്ക്ക് ആ കാർ മറിച്ചിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഒരിക്കലും ഒരു സ്ത്രീക്ക് അത് സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഈ അതിശക്തമായ ഒരു കോൺസെപ്റ്റ് ഇന്ന് അത് പുതിയ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ കാലഘട്ടത്തിൽ മാറിയെങ്കിലും ഞാൻ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ 2 വിഷയങ്ങളിലും കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സുണ്ടെന്ന് വിചാരിക്കൂ തൽക്കാലം. മർഫിയുടെ കാലത്തും നെപ്പോളി ഹില്ലിന്റെ കാലത്തും ഈ ന്യൂറോ സയൻസ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. ഉണ്ടായിരിക്കാം. അപ്പോ നമ്മുടെ ബോധ മനസ്സ്, ഇപ്പൊ നിങ്ങൾ എന്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അടുത്തിരിക്കുന്ന ചുറ്റുപാടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഡ്രൈവ് ചെയ്യുന്നവരുണ്ട്, ഇതിൽ വീട്ടിലിരിക്കുന്നവരുണ്ട്, എല്ലാവരുണ്ട്. ഈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ബോധ മനസ്സുണ്ട്. നിങ്ങൾ അറിയുന്നു, ഇതാ ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്നെ കൂടുതൽ അറിയുന്നവർക്ക് ഒരു രമേശൻ മാഷ് പഠിപ്പിക്കുന്നു എന്ന് പറയും. ആദ്യമായി വന്നവർക്ക് ഒരു ഐഡിയ ഇല്ല, ആരോ പറയുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ആവട്ടെ, അതൊരു കോൺഷ്യസ് ഇൻഫർമേഷനാണ്. പക്ഷേ നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് 9 മണിക്ക് 9:15 അവസാനിപ്പിച്ചു, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴും ഈ ക്ലാസ് നിങ്ങളിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എത്രത്തോളം ആഴ്ന്നിറങ്ങി ഇതിനെ കാണുന്നുവോ അത്രയും ആ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും സ്ട്രോങ് ആയിരിക്കും. ചുരുക്കത്തിൽ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അത് എന്താണെന്നൊക്കെ ഇനി നമുക്ക് നോക്കാം. The subconscious mind consists of a field of consciousness. ബോധതലത്തിന്റെ ഒരു ഫീൽഡാണത്. In which every impulse of thought that reaches the objective mind through any of the 5 senses. നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ വഴിയാണല്ലോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. പക്ഷെ 5 അല്ലെന്നും 6ാമതൊരു ഇന്ദ്രിയമുണ്ട്,
ഉണ്ടെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സിക്സ്ത് സെൻസ്. എന്നാൽ സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഏഴാമതൊരു ഇന്ദ്രിയം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് വഴിമധ്യേ ഞാൻ പറഞ്ഞുതരാം. ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മളിൽ എത്തുന്ന ഇമ്പൾസസ് ഓർ ഇൻഫർമേഷൻ അത് അവിടെ റെക്കോർഡ് ചെയ്തു. അതിൽ നിന്നാണ് ചിന്തകൾ ഉണ്ടാവുന്നത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ വളരെ ലളിതമായ വിഷയം ഞാൻ പറഞ്ഞുതരാം. ലളിതമാണ് പറയാൻ, പക്ഷേ ഗൗരവമാണ് മനസ്സിലാക്കാൻ. അതായത് 24 മണിക്കൂർ റെക്കോർഡ് ചെയ്തൊരു ക്യാമറയെ വിചാരിക്കാം. ആ ക്യാമറക്ക് ഒറ്റ പണി, ഒരു റെക്കോർഡിങ്. ഓരോ പ്രിന്റായിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കും, ഒരു വിവരമില്ല. എന്നിട്ട് ഈ റെക്കോർഡ് ചെയ്ത കാര്യം എപ്പോഴാണ് ആവശ്യത തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്നും വേണ്ട, അതങ്ങ് പുറത്തേക്ക് എടുക്കും. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ നന്നായി ക്ലാസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സിനിമാ ഗാനത്തെ കുറിച്ച് ഞാൻ പറയട്ടെ. അത് മറ്റൊന്നുമല്ല, എനിക്ക് തോന്നുന്നു 40-50 കഴിഞ്ഞ ആൾക്കാരാണ് ഇതിൽ കൂടുതലുള്ളത് കൊണ്ട് ആ കാലഘട്ടത്തിലെ ഒരു സിനിമാ ഗാനത്തെ കുറിച്ച് ഞാൻ പറയാം. നസീർ ഷീലൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന്റെ ആൾക്കാർ കൂടി ഇരിക്കുന്നുണ്ട്. അതിനപ്പുറത്തൊരു മോഹൻലാൽ ശോഭന അഭിനയിച്ച ഒരു സിനിമയായ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ ഒരു പാട്ട്, വൈശാഖ സന്ധ്യ. ഉടനെ നിങ്ങളുടെ ബ്രെയിൻ ആ കാലഘട്ടത്തിലേക്ക് മാറി. ആ കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ പോയത് എങ്ങനെ? ആ വൈശാഖ സന്ധ്യ എന്ന പാട്ട് സിനിമയിൽ കണ്ടപ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെതായ കാസറ്റുകൾ അല്ലെങ്കിൽ ബേബി കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഫീലിങ്സ് ഈ കക്ഷി അങ്ങ് പുറത്തേക്ക് എടുക്കും. ഉടനെ നിങ്ങൾക്ക് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് ഓർമ്മ വരും. ഇത് നിങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കിലുക്കം ഓർമ്മ വരും, അത് കഴിഞ്ഞ് ചിത്രം ഓർമ്മ വരും. നേരത്തെ ഇതൊന്നും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ലല്ലോ. അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഈ ഫയൽ ഓരോന്നായിട്ട് കക്ഷി ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സ്വയംവര ശുഭദിന് മംഗളങ്ങൾ എന്ന ആ ഒരു മനോഹരമായ ഗാനം 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ രമേശൻ എന്ന ഞാൻ വീടിന്റെ അകലത്തിലുള്ള പാക്കനാർ, ചെറുവത്തൂരിലുള്ള പാക്കനാർ എന്ന് പറഞ്ഞ ടാക്കീസ്, ഒരു തിയേറ്ററിൽ എപ്പോഴും മെയ്ക്ക് വെക്കുന്ന സമയത്ത് ഒച്ചത്ത് കേട്ട ഈ പാട്ട്, ആ പാട്ട് വരുമ്പോൾ ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാവും. ആ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ എൻ്റെ ക്ലാസ് ടീച്ചർ ഓർമ്മ വരും. ആ തിയേറ്റർ എനിക്ക് ഓർമ്മ വരും. എൻ്റെ അച്ഛനെ എനിക്ക് ഓർമ്മ വരും. കാരണം എൻ്റെ അച്ഛൻ ആ സിനിമയ്ക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പിടിയിലാണ് നമ്മളെന്ന് അറിയാനാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അത്. എന്നാൽ പുതിയ ഒരു 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരിക്കലും അവന് വികാരങ്ങൾ ഉണ്ടാവില്ല. ഇനി 5ാം ക്ലാസ്സുകാരനാണെങ്കിൽ അവന് ഇല്ലൂമിനാട്ടി എന്ന പാട്ട് കേൾക്കുമ്പോൾ അവനിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ പോലും നിയന്ത്രണത്തിലല്ലാത്ത, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു അത്ഭുത ശക്തി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്നതിനിടയിൽ ഒരു ദുഃഖഗാനം കേൾക്കരുത്. കാരണം അന്നത്തെ ജീവിതം ദുഃഖമായി മാറും. കാരണം ഈ ചങ്ങ ഈ ഫയൽ മാത്രമേ എടുക്കൂ, പ്രത്യേകിച്ച് ബിസിനസ്സുകാർ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് മെഷീനാണ്. അത് 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഈ കക്ഷിക്ക് ഉറക്കമില്ല. ഇറ്റ് റിസീവ്സ് ആൻഡ് ഫയൽസ് സെൻസ് ഇംപ്രഷൻസ് ഓഫ് തോട്ട്സ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ നേച്ചർ. അതായത് നിങ്ങളോടൊരു അഭിപ്രായം ഈ കക്ഷി ചോദിക്കാറില്ല. എളുപ്പം ഞാൻ മനസ്സിലാക്കാൻ വേറെ ഉദാഹരണം എല്ലാ സെഷനിലും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഒരു മരണ വീട്ടിൽ പോകുന്നു. അവിടെ ആ ശവശരീരത്തിന് തൊട്ട് പുറകിൽ ഒരു സാമ്പ്രാണി, ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ മണം ഒരിക്കൽ നിങ്ങളുടെ മൂക്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ മണം വരുമ്പോൾ ആ മരിച്ച മനുഷ്യന് ഓർമ്മ വരും. ഇതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇത് ഞാൻ ഇത്ര ഗൗരവത്തോടെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ജീവിത വിജയം ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ട്യൂണിങ് അനുസരിച്ചിരിക്കും. 2 കാര്യം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടിമയായി ജീവിതം തകരുക, അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നിങ്ങളുടെ അടിമയാക്കുക. Either to make your subconscious mind your slave or be the slave of your subconscious mind. അതിന്റെ മലയാള വിവർത്തനമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം നിങ്ങളോടാണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അടിമയാണോ, അല്ല നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും? നിങ്ങൾ രാവിലെ 5 മണിക്ക് ഉണരാൻ ശക്തമായ തീരുമാനമെടുത്ത് അലാറം വെക്കുന്നു, അലാറം അടിക്കുന്നു. ഉടനെ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന, രമേശ ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങിയിട്ട് എഴുന്നേക്കാം. പിന്നെ നിങ്ങൾ 1.5 മണിക്കൂർ അറിയാതെ നിങ്ങൾ എഴുന്നേക്കില്ല.
ഈ 1.5 മണിക്കൂർ ഒരു സ്ലീപ്പ് സൈക്കിൾ വരെ നിങ്ങൾ ഉറക്കാൻ ഈ അതിശക്തന് സാധിക്കും. ഈ ക്ലാസ് കേൾക്കുന്നവരോട് സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു കൊടുക്കും, മോനെ ഇനി ഈ ക്ലാസ്സിൽ വരാൻ പാടില്ല, കാരണം വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവും. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ രസകരമായ കാര്യമാണ് ചങ്ങായി. ഇതിനൊരു ഭൂതമാണ്. ഒരു ഭൂതമൊക്കെ പറയില്ലേ നമ്മള് പണ്ടൊക്കെ സിനിമയിൽ കാണുന്ന ഭൂതം, വിവരമില്ലാത്തൊരു ഭൂതം. ഈ കക്ഷി എന്താണോ പഠിപ്പിക്കുന്നത് അത് പഠിക്കും. നിങ്ങൾക്കൊരു ഡോഗ് ട്രെയിനറെ നോക്കാം. ഒരു നായയെ ട്രെയിൻ ചെയ്യുന്ന ഒരാൾ. സാധാരണ നായെല്ലാം ഒരേ കഴിവാണ്, സ്മെല്ല്. അതിന് ചില കഴിവുണ്ട്, അതിന് അവരെന്ത് ചെയ്യും, ട്രെയിൻ ചെയ്ത് വളർത്തും. പിന്നെ ആ നായ വ്യത്യസ്തമായി. റോഡിലെ പോകുന്ന നാടൻ പട്ടിക്കും മണക്കാനുള്ള കഴിവുണ്ട്, ഒരു പോലീസ് നായക്കും മണക്കാനുള്ള കഴിവുണ്ട്. വ്യത്യാസമുണ്ട്. ഒന്ന് ട്രെയിൻഡ് ആണ്, ഒന്ന് ട്രെയിൻഡ് അല്ല. ഏതൊരു നാടൻ പട്ടിയെ നമുക്ക് ട്രെയിൻ ചെയ്ത് മാറ്റാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ബ്രെയിനിനെ, സ്പെഷ്യലി മൈൻഡിനെ നിങ്ങൾ വിചാരിച്ചോളൂ തൽക്കാലത്തേക്ക് ആ ട്രെയിനിനെ ഈ ബ്രെയിനെ മാറ്റിയെടുക്കാൻ പറ്റും. ബ്രെയിനെ കുറിച്ച് വിശദമായ രീതിയിൽ വേറെ ചാപ്റ്റർ ഉണ്ട്. ഇത് നമുക്ക് വീണ്ടും വരാം. അങ്ങനെ പോയാൽ ദ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക്സ് ഡേ ആൻഡ് നൈറ്റ്. ഒരു പൈസയും കൊടുക്കണ്ട ഈ തൊഴിലാളിക്ക്. ഇവൻ 24 മണിക്കൂറും പണിയെടുത്തോണ്ട്. കുഴപ്പം എന്താണെന്നറിയോ, അവന് നിങ്ങൾ എന്തെങ്കിലും തിന്നാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ തിന്നേണ്ട കാര്യം അവൻ തീരുമാനിക്കും. ഒന്നുകൂടെ ആവർത്തിക്കാം. നിങ്ങളുടെ തലച്ചോറിന് അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ ഒരു വർക്കും കൊടുക്കുന്നില്ല എങ്കിൽ അയാൾ വഴക്ക് കണ്ടുപിടിച്ചോളും. നിങ്ങളോട് ചോദിക്കാറില്ല, ചോദിക്കാൻ അറിയുകയും ചെയ്യില്ല കൃഷിക്ക്. ഉദാഹരണം, ഇപ്പോൾ ഈ 1 മണിക്കൂർ നിങ്ങൾ എൻ്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോ നിങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ്, എൻ്റെ വാക്കുകളുടെ നിയന്ത്രണത്തിലാണ്. ആ കക്ഷി അനങ്ങൂല. അത് കഴിഞ്ഞ് നിങ്ങളൊരു ശക്തമായ തീരുമാനം എടുത്ത ഒരാളെന്നിരിക്കട്ടെ, പുതുതായി വന്ന ഒരാൾ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു, ഈ മാഷിന്റെ പുറകെ ഒന്ന് പോയി ക്ലാസ്സിനൊക്കെ പങ്കെടുക്കാം, നമുക്ക് തീരുമാനിച്ചു. ഉടനെ ബ്രെയിൻ പറയും അതിന്റെ ആവശ്യമില്ല മോനെ, വെറുതെ ബുദ്ധിമുട്ടാക്കാൻ പോണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ നിരുത്സാഹപ്പെടും. പക്ഷെ നിങ്ങൾ തീരുമാനം. അങ്ങനെ നിങ്ങൾ ക്ലാസ്സിലേക്ക് 5 മണിക്കൊക്കെ വരാൻ തുടങ്ങി. ഒരു 21 ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങളോട് ബ്രെയിൻ പറയും, എന്താ രമേശ് 5 മണിക്ക് എഴുന്നേക്കാത്തത്, എഴുന്നേക്കണമെന്ന് പറയും. ദാറ്റ്സ് ഇറ്റ്. എന്റെ ഒരു അനുഭവം മാത്രം ഷെയർ ചെയ്യാം. കാരണം ഇതിന്റെ പുസ്തകത്തിന് അപ്പുറത്തേക്ക് പറയുന്ന വെച്ചാൽ നിങ്ങൾ ഉള്ളിലെത്താനാണ്, അല്ലാണ്ട് പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ഞാൻ ഒരിക്കൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു, ഭയങ്കരമായിട്ട്. വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. അപ്പൊ പൊതുവെ വൈകി എണീക്കുന്ന ആളായിരുന്നു. അപ്പൊ ഇത് വന്നപ്പോ ഞാൻ തീരുമാനമൊക്കെ എടുത്ത് ഞാൻ എക്സസൈസ് തുടങ്ങി. എന്താ സംഭവിച്ചത്, 2ാമത്തെ ദിവസം എന്റെ ശരീരത്തിലുള്ള കുരുക്കൾ വരാൻ തുടങ്ങി. ഈ തിയറി അറിയുന്നതുകൊണ്ട് ഞാൻ എന്റെ 3ാമത്തെ ദിവസവും എക്സസൈസ് തുടർന്നു. ഇതെന്തിനാ കുരുക്കളൊക്കെ ഉണ്ടാക്കിയെന്നൊരു കക്ഷി, അങ്ങനെയെങ്കിലും ഇവ നിർത്തട്ടെ എന്നാണ് ഇവന്റെ വഴി. അത്ര ശക്തമാണ് ഈ ബ്രെയിൻ അല്ലെങ്കിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ്. ഞാൻ പറഞ്ഞു, മോനെ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ എക്സസൈസ് നിർത്തൂല. ഇപ്പൊ എന്താ കുഴപ്പമെന്നറിയാം, 3:30 എഴുന്നേറ്റു, 4 ആവണ്ട അതിന് മുമ്പേ രമേശ് നമുക്ക് തുടങ്ങാം പരിപാടി. ഇനി അത് നിർത്താൻ ഈ ചങ്ങായി എന്നെ സമ്മതിക്കില്ല. ദിസ് ഈസ് എ ഡിഫറൻസ്. അപ്പൊ നിങ്ങളുടെ വിജയം ഏതാണോ വേണ്ടത് അതിന്റെ ഒരു ഹാബിറ്റ് പോലെ ഈ സാധനത്തിനൊന്ന് മാറ്റിയാൽ മതി. അത്ഭുതമൊന്നും ചെയ്യണ്ട. ഇതൊരു വലിയ കാര്യമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡിനെ ട്യൂൺ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അതെങ്ങനെയെന്നാണ് വിശദമായിട്ട് ഇനി നെപ്പോണിയിൽ പറയുന്നത്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാ പേജിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതിനാകെ വേണ്ടത് മേക്ക് യുവർ ഡിസയേഴ്സ് ക്ലിയർ. പലർക്കും പറയും എനിക്ക് കുറെ പണം വേണം സാർ, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഞാനൊരു പണക്കാരനാവും, അങ്ങനെയുള്ള പറയുന്ന ആളെടുക്കുന്ന അന്നേരം പരിപാടി നിർത്തിക്കോ, ഇയാളാവില്ല. കാരണം ഒരു ക്ലാരിറ്റി ഇല്ല. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ എന്നെ കൂടെ പറയാനെന്നറിയോ, ഒരുപാട് ആൾക്കാരുണ്ട്, 100 മേലെ ആൾക്കാരുണ്ട് സെഞ്ചുറി അടിച്ചു. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഇന്ന് തന്നെ ഞാൻ പറയാം, ഇന്ന് ഈ പ്രഭാഷണ പരമ്പരയെല്ലാം കേട്ട് നിങ്ങളങ്ങ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കയിലേക്ക് പോവാം. നിങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പൊ ഈ ബ്രെയിൻ ചോദിക്കും, എന്തിനായി ഈ തീരുമാനം? എനിക്ക് പണം വേണമെന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾ പറയുന്നത് എനിക്ക് 2 മാസം കൊണ്ട് 10 ലക്ഷം രൂപ വേണം. ബ്രെയിൻ മോർ ക്ലിയർ. അത് ഡിസൈർ എന്നതിന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഉടനെ ബ്രെയിൻ ചോദിക്കും, അല്ല രമേശ് ഈ 10 ലക്ഷം രൂപ എന്തിനാ? വൈ or for what this is? I said this is my answer. He starts the work. നിങ്ങൾ പോലും അറിയാതെ ആ കക്ഷി നിങ്ങൾക്ക് ആ പണം ഉണ്ടാക്കി തരും. എന്റെ ജീവിതത്തിൽ എത്രയോ തവണ അനുഭവമുള്ള കാര്യമാണ് ഇത്. പണം മാത്രമല്ല,
നിങ്ങൾ അതിശക്തമായിട്ട് ഒരു ട്രെയിനിൽ പോകാൻ തീരുമാനിക്കുന്നു. ഒരു ട്രെയിനിൽ പോകണം, ഒരു ടിക്കറ്റും ഇല്ല, ഒന്നുമില്ല, പോയേ പറ്റൂ. നിങ്ങൾ അതിശക്തമായ സബ് കോൺഷ്യസ് മൈൻഡോട് പറയാണ്, പ്രിയപ്പെട്ട സുഹൃത്തെ, എനിക്കൊരു ടിക്കറ്റ് ഉണ്ടാവണം, എനിക്കതിൽ ഇരിക്കാൻ പറ്റണം. ഏതെങ്കിലും ഒരു കക്ഷി അന്ന് ടിക്കറ്റ് ക്യാൻസൽ ആയിട്ട് അവിടെ നിങ്ങൾ ഇരിക്കേണ്ടി വരും. ഇങ്ങനെ ഒട്ടനവധി അനുഭവമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കുഴപ്പം എന്താണെന്നറിയോ, ഈ ചങ്ങായിക്ക് ഇഷ്ടം നെഗറ്റീവ് ഉണ്ടാക്കി തരാനാണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 2-3 പേർക്ക് സാമ്പത്തിക ഇടപാടെന്ന് വിളിക്കട്ടെ, അതിൽ ഒരാളോട് നിങ്ങൾക്ക് കുറച്ച് ഭയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും അയാൾ നിങ്ങളെ ഫോൺ ചെയ്തിട്ട് പറയാ പണം ഉണ്ടാവും, മറ്റു 2 പേരും വരില്ല. ഈ ഫിയർ ഫാക്ടർ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുത്താൽ അപകടം. മറ്റൊരാൾ പറയാണ് എന്ത് സംഭവിച്ചാലും ഒന്നും വരാനില്ല, ഒന്നും സംഭവിക്കില്ല. ഫിയറിനെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒന്നും കൂടെ കണക്ട് ചെയ്ത് പറയാണ്. അതുപോലെ തന്നെ രോഗങ്ങൾ സബ് കോൺഷ്യസ് കൊണ്ട് മാറ്റുന്നുണ്ട്. എന്റെ ഒട്ടനവധി അനുഭവങ്ങൾ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനൊരു ഡോക്ടർമാർക്ക് എതിരെ ഒന്നും പറയുന്ന ഒരാളൊന്നുമല്ല. തന്റെ ഇച്ഛാശക്തി കൊണ്ട് രോഗത്തെ മാറ്റിയ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിൽ. ഇതാണ് നമ്മുടെ നാടുകളിലെ ധ്യാനം കൂടുകയും അല്ലെങ്കിൽ ചില പ്രാർത്ഥനകളിലൂടെ റിസൾട്ട് ഉണ്ടാവുന്ന ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ട്യൂണിംഗ് ആണ്. അത് കൃത്യമായി ട്യൂൺ ചെയ്യാൻ അറിഞ്ഞാൽ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ശബ്ദം നഷ്ടപ്പെട്ട ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ പ്രാർത്ഥിച്ചപ്പോ അദ്ദേഹത്തിന് ശബ്ദം കിട്ടി. രോഗം വന്ന് എഴുന്നേക്കാൻ നടക്കാത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം എഴുതിയ ശേഷം അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവുന്നു. അതും കഥയാവാം, ശരിയാവാം, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നത് നടക്കുമെന്നുള്ളതാണ്. പക്ഷേ പ്രാർത്ഥിക്കുന്ന വളരെ കുറച്ച് ആൾക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും നടക്കാറില്ല. വേളാങ്കണ്ണിയിൽ എല്ലാവർക്കും നടക്കാറില്ല. നിങ്ങൾക്ക് ഏതൊരു സ്ഥലത്തും നടക്കാറില്ല. കാരണം ആ പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളുടെ ബിലീഫും ഒക്കെ ഒത്തുവരുമ്പോൾ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ ക്ലിയർ ആയ ഡിസയർ വേണം, എന്നിട്ട് അത് എഴുതണം. കാരണം ഇത് ഞാൻ പല സെഷനുകളിൽ പറഞ്ഞു തന്ന ഒരേ കാര്യം തന്നെ ആയിരിക്കണം, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡ് നേടിത്തരൂ. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർ എഴുതി വെച്ചത് ഉണ്ട് കയ്യിൽ? ബാബുട്ടൻ കൈവരുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ കൈവരുന്നുണ്ട്. നിങ്ങളുടെ ലേയേഴ്സ്, നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ 99% അല്ല സുഹൃത്തുക്കളെ, 100% സംഭവിച്ചിരിക്കും. 100%. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്നവർക്ക് ചാലഞ്ച് ചെയ്യാം. ഐ എം റെഡി ടു ഫേസ് ദാറ്റ്. കാരണം അങ്ങനെ ചെയ്ത് കൊടുത്ത ഒരാളാണ് ഞാൻ, ചെയ്ത് നേടിയ ഒരാളാണ് ഞാൻ, നേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സംശയമില്ല. ഒരു പക്ഷേ ഈ വേദിയിൽ നിങ്ങൾ എത്തിയത് പോലും മാറ്റത്തിന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള ചങ്കൂറ്റമുള്ളവർക്കുള്ള ചാനലായിട്ടാണ് ഞങ്ങൾ മാറാൻ പോകുന്നത്. ടേക്ക് എനി ചാൻസ്. ഇതേ രീതിയിലുള്ള കോച്ചിങ്ങിലൂടെ ജീവിത വിജയം നേടിയ മിനിമം 20 പേരുടെ ഒരു സക്സസ് റാലി 2027 ജനുവരി 1 കൊച്ചിയിൽ വെച്ച് നടക്കുമെന്ന് വിശ്വസിച്ച് എഴുതി വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഞാൻ. 20 ആൾ ആരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കുമാവാം. വളരെ സ്പെസിഫിക് ഇല്ല. അതുകൊണ്ട് ഇതൊരു പൊതു പ്ലാറ്റ്ഫോമായി വന്ന് പോകുന്ന ഒരു ബിഗ് ബോസ് പ്രോഗ്രാം അല്ല. ആരുടെയോ ഭാവനയിൽ ആർക്കോ പണം കിട്ടുന്ന ഒരു പരിപാടിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. റൈറ്റ് ഇറ്റ്, എഴുതണം. അതിന് വേണ്ടുന്ന ഒരു തുടർ പ്രക്രിയ ഉണ്ടാവണം, പെർസിസ്റ്റൻസ്. ഞാനത് ചെയ്തടങ്ങുമെന്ന വിശ്വാസം എപ്പോഴും ഉണ്ടാവണം. എന്നിട്ട് ഇതിലൊരു സെന്റൻസ് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ, വെദർ യു മേക്ക് എനി എഫേർട്ട് ടു ഇൻഫ്ലുവൻസ് ഇറ്റ് ഓർ നോട്ട്. നിങ്ങൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. പുസ്തകത്തിലെ കാര്യം മാത്രമല്ല കേട്ടോ. നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കണം. സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച് സ്വാധീനിക്കണം. അതൊരു ആർട്ടാണ്, അതൊരു കലയാണ്. ആ കല നിങ്ങൾ പഠിക്കണം. ഇന്ന് ലോകത്ത് ഇത്തരം ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒട്ടേറെ പേർ വിജയിക്കുന്നുണ്ട്. എല്ലാവരും എഴുതി തള്ളിയ ആൾക്കാർ ജീവിത വിജയത്തിൽ
അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു മാതൃകകളായി മാറുന്നവരുണ്ട്. അത് ലോകത്തിൽ ആരുമാവട്ടെ. അമേരിക്കൻ തെരുവീതികളിലൂടെ ഒരു പേസ്റ്റ് തരാമോ, ഒരു സോപ്പ് തരാമോ, എനിക്ക് കുളിക്കാൻ പബ്ലിക് ടോയ്ലറ്റ് അല്ലെങ്കിൽ പബ്ലിക് ബാത്റൂം മാത്രമേ ഉള്ളൂ, എന്നെ ഒന്ന് പഠിപ്പിക്കാമോ എന്ന് കെഞ്ചി നടന്ന ഒരു ബാലൻ. അദ്ദേഹം പഠിച്ചു ഒരുവിധം നേരെയായി കഴിഞ്ഞപ്പോൾ ഒരു പുസ്തകം എഴുതി, ഡ്രീംസ് ഓഫ് മൈ ഫാദർ, എന്റെ അച്ഛന്റെ സ്വപ്നം. ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി 2000 ആകുമ്പോഴേക്ക് ഈ പുസ്തകം ലോകത്തിലെ ബെസ്റ്റ് സെല്ലർ ആവും. ഞാൻ മറ്റാരെ കുറിച്ചുമല്ല പറഞ്ഞത്, ബറാക് ഒബാമ എന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ്. ആരും വിശ്വസിക്കാതെ അമേരിക്കൻ പ്രസിഡന്റായ ഒരു മനുഷ്യൻ, ആരും വിശ്വസിക്കാതെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി, ഒരു BJP നേതാവ് പോലും സ്വപ്നം കാണാത്ത ഒരാളായിരുന്നു ശ്രീ നരേന്ദ്രമോദി. അതൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ കാര്യം, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. താൻ ഒരിക്കൽ സിനിമ നടനാകുമെന്ന അത്രയും ശക്തമായി ആഗ്രഹിച്ച് 24 മണിക്കൂറും അഭിനയം മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കണ്ടക്ടറാണ് രജനീകാന്ത്. ഞാൻ 3 ഉദാഹരണം പറയുന്നത്, ഉദാഹരണം 1000 പറയാൻ എനിക്ക് പറ്റും. പക്ഷേ ചോദ്യം, നിങ്ങളുടെ പേര് അവിടെ വരുമോ? നിങ്ങളുടെ പേര് ലോകം പറയാൻ പറ്റുന്ന വിധത്തിൽ എന്തുകൊണ്ട് മാറ്റിക്കൂടാ? ഒരു ഗാന്ധിജിയെ സൃഷ്ടിച്ചതും ഈ വിശ്വാസമാണ്. ഒരിക്കലും വിജയിക്കാൻ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യ സമരം ഒരായുധമില്ലാതെ വിജയിപ്പിച്ച മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിക്കുന്നത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡാണ്. ഒരു കാര്യം ഉറപ്പാണ്, ചോദ്യം നിങ്ങളോട്, വിജയിക്കണോ വേണ്ടയോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഉത്തരം എസ് ആണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ സ്ഥലം വിടുക. ഇവിടെ പറയുന്ന ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് വളരെ പ്രശസ്തയായ ഇവർ 500 ആൾക്കാരെ ഇദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിലൊരാൾ എല്ലാ വീലർ വിൽകോക്സ്, അവർ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് ഇനി ഇവിടെ വായിക്കുന്നത്. യു നെവർ ക്യാൻ ടെൽ വാട്ട് എ തോട്ട് വിൽ ഡു. നിങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളുടെ ചിന്തകൾ എന്താണ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല. ഇൻ ബ്രിങ്ങിങ് യു ഹേറ്റ് ഓർ ലവ്, നിങ്ങൾ വെറുപ്പും കൊണ്ടുവരാം, സ്നേഹവും കൊണ്ടുവരാം. ഫോർ തോട്ട്സ് ആർ തിങ്സ്, ചിന്തകളാണ് ആ സാധനങ്ങളായി മാറുന്നത്. ടെലിവിഷൻ എന്ന ഇല്ലാത്തൊരു സാധനം ചിന്തകളിലൂടെ ഒരു ദൃശ്യപ്രകാശമായി നമ്മുടെ മുമ്പിൽ എത്തുന്നു. അതാണ് കാര്യം. ആൻഡ് their airy wings are swifter than carrier dogs. അവരുടെ ആ ഒരു ചിറകിലുണ്ടല്ലോ, അത് അന്ന് കാലത്താണ്, ഈ പ്രാവുകളിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്നത്. അതിനേക്കാൾ വേഗതയാണ്. they follow the law of the universe. ഇവിടെ ഒരു പ്രപഞ്ച നിയമമുണ്ട്. each thing creates its kind. എല്ലാ ചിന്തകളും ഓരോന്നുണ്ടാക്കി മാറ്റുന്നു. and they spend over the track to bring you back whatever went from your mind. നിങ്ങൾ മനസ്സിൽ നിന്ന് പുറത്തു വിടുന്ന എല്ലാ ചിത്രങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾക്കില്ല 1-ാം പ്രതി നിങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അല്പം അറിവുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് അപകട വാർത്ത വായിക്കരുത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പത്രത്തിലെ ചരമകോളം വായിക്കരുത്. നിങ്ങൾ വിജയികളാകണമെങ്കിൽ അതിലെ ഫ്രണ്ട് പേജ് വായിക്കരുത്. നിങ്ങൾ വിജയികളാകണമെങ്കിൽ ആ വിജയത്തിന് വിജയം ഉണ്ടാക്കി തരുന്ന വിധത്തിലുള്ള ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കാവൂ. ഇൻഫർമേഷൻ വിത്ത് ഇമോഷൻ. 5 മണിക്കുള്ള പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വരാനുള്ള ചങ്കൂറ്റമുണ്ടോ? അല്ല എപ്പോഴും ഉറങ്ങുന്നത് പോലെ ഉറങ്ങിയാൽ മതിയോ? ഉറങ്ങൂ. ഇല്ലെങ്കിൽ ഇവിടെ ഉറങ്ങാതിരിക്കുന്ന 10-75 പേരുണ്ട്. അവർക്ക് നാളെ 8 മണിക്ക് രാത്രിയിലുള്ള ഒരു ആമുഖ സെഷന് ശേഷം ചങ്കൂറ്റത്തോടെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കൂടെ വരാം. അവിടെ ഭ്രമരി ധ്യാനത്തോടു കൂടി അല്ലെങ്കിൽ മെഡിറ്റേഷനിലൂടെ നമ്മൾ തുടരും. അതുണ്ടാക്കുന്ന ആ വലിയ ശക്തി, ആ ചൈതന്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ വെന്റ് ഔട്ട് ഫ്രം യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകുന്ന എല്ലാ ചിന്തകളും, അപകടമെങ്കിൽ അപകടം, തഥാസ്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഒരു പക്ഷേ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോക്ക് ആവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ജഗദീഷ് ശ്രീകുമാർ, അഭിനയ പരമ്പരയുടെ ചക്രവർത്തി. എന്റെ ഏറ്റവും കൂടുതൽ ഞാൻ ഏറ്റവും നല്ലൊരു എന്താ പറയാ നടൻ എന്ന് പറയുന്നത് ജഗദീഷ് ശ്രീകുമാറിന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം എല്ലാവർക്കും അറിയാലോ. എന്താ സംഭവിക്കാൻ കാരണം? അദ്ദേഹം എപ്പോഴോ എന്റെ ജ്യോത്സ്യന്റെ അടുത്ത് പോകുന്നു. ആ ജ്യോത്സ്യൻ പറയാണ്, നിങ്ങൾക്കൊരു അപകടം വരും. അത് അങ്ങനത്തെ വിശ്വസിച്ചു.
അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, പ്രഭയോട് പറഞ്ഞു, സൂക്ഷിക്കണം, എനിക്ക് അപകടം വരും. അദ്ദേഹം എവിടെ പോകുമ്പോഴും ഡ്രൈവറോട് പറയും, ശ്രദ്ധിക്കണം, അപകടം വരും, ശ്രദ്ധിക്കണം, അപകടം വരും. തളിപ്പറമ്പിൽ നിന്ന് അവസാനമായി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തിയിട്ട് തന്റെ സ്ഥലത്ത് ഷൂട്ടിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത്, മർക്കാറയിലേക്ക് പോകുന്ന സമയത്ത് കോഴിക്കോട് വെച്ചൊരു അപകടം ഉണ്ടാവുന്നു. പക്ഷെ അദ്ദേഹം മരിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അവിടെ എക്സ്പേർട്ടായ ഒരു പെട്ടെന്ന് ഒരു ആംബുലൻസ് വരുന്നു. ഇന്ന് ജഗതി നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വിശ്വാസ അപകടത്തിലെത്തിച്ചു. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അവരെന്തുമാവട്ടെ, ജഗദീഷ് കുമാർ എന്തുമാവട്ടെ, നിങ്ങളെ കുറിച്ച് പറയും. നിങ്ങൾ ഇതുവരെ എന്തായിട്ടുണ്ടോ അത് നിങ്ങൾ ഇതിനു മുമ്പ് ചിന്തിച്ചതിന്റെ പ്രൊഡക്റ്റ് ആണ്. യു ആർ ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ തോട്ട്സ്. ഐദർ ഇറ്റ് ഈസ് സക്സസ് ഓർ ഫെയിലിയർ. ഞാനും അങ്ങനെയായിരുന്നു. ദുരന്തങ്ങളെ പ്രണയിച്ച ഒരു മനുഷ്യൻ. ഇന്ന് വിജയം മാത്രം ആഗ്രഹിച്ച് മറ്റുള്ളവരെ വിജയം എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനായി ഞാൻ മാറിയപ്പോ എന്റെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രം ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മൾ ഇതിൽ പറയുന്നൊരു കാര്യം, യു ആർ പ്രിപ്പയറിംഗ് യുവർ സെൽഫ് ടു ഇൻഫ്ലുവൻസ് ആൻഡ് കൺട്രോൾ ദി ഇന്നർ ഓഡിയൻസ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ ഉള്ളില് ഒരു കുറെ ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ട്. അതാണ് ഇന്നർ ഓഡിയൻസ് എന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു ഹാൻഡ് ഓവർ ദ ഡിസയർ ഫോർ മണി വിച്ച് യു വിഷ് ട്രാൻസ്മ്യൂട്ടഡ് ഇൻ ഇറ്റ്സ് മോണിറ്ററി ഇക്വാലന്റ്. അത് പണമാണെങ്കിൽ പണം. 7 പ്രധാനപ്പെട്ട വികാരങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഒന്ന്, ദ ഇമോഷൻ ഓഫ് ഡിസയർ, ആഗ്രഹം. ദ ഇമോഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസം. ദ ഇമോഷൻ ഓഫ് ലവ്, പ്രണയം, സ്നേഹം. ദ ഇമോഷൻ ഓഫ് സെക്സ്, ലൈംഗികത. ദ ഇമോഷൻ ഓഫ് എൻതൂസിയാസം, അതായത് ഊർജ്ജസ്വലത. ദ ഇമോഷൻ ഓഫ് റൊമാൻസ്. റൊമാൻസ് ഒന്നും വലിയ മലയാളത്തെക്കാൾ നല്ലത് റൊമാൻസ് തന്നെ. The emotion of hope. Desire, faith, love, sex, enthusiasm, romance and hope. ചോദ്യം നിങ്ങളോടാണ്. ഇതിൽ 7 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ മനസ്സിലൂടെ 24 മണിക്കൂറും കൂടെ കടന്നു പോകുന്നത്? പ്രതീക്ഷയാണോ? സ്നേഹമാണോ? വിശ്വാസമാണോ? അല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന ആൾക്കാരാണോ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 7 നമ്മുടെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. ഒന്ന്, ഫിയർ, ഭയം. ജലസി, അസൂയ. ഹേറ്റ്രഡ്, വെറുപ്പ്. റിവെഞ്ച്, പ്രതികാരം. ഗ്രീഡ്, അത്യാർത്ഥി. സൂപ്പർസ്റ്റിഷൻ, എന്തൊക്കെയുള്ള ചിന്താ പദ്ധതികൾ. അടുത്ത മനോഹരമായ ദേഷ്യം, ആങ്കർ. ഒന്നുകൂടെ പറയാം. ഫിയർ, ജലസി, ഹേറ്റ്രഡ്, റിവെഞ്ച്, ഗ്രീഡ്, സൂപ്പർസ്റ്റിഷൻ ആൻഡ് ആങ്കർ. ഈ പുസ്തകത്തിലുണ്ട്. ഭയം, അസൂയ, വെറുപ്പ്, പ്രതികാരം, അത്യാഗ്രഹം, തെറ്റായ വിശ്വാസങ്ങൾ, പിന്നെ ദേഷ്യം. ക്ലിയർ ആയില്ലേ? ഏത് കുഞ്ഞിനെയാണ് പോറ്റുന്നത്? ഞാനോ നന്നാവില്ല, എന്റെ അയൽവാസി നന്നാവാനേ പാടില്ല. അയൽവാസിക്ക് ഒരിക്കലും ലോട്ടറി അടിക്കരുത്. ആർക്കെങ്കിലും അടിച്ചോട്ടെ. ലോട്ടറി ടിക്കറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നു, അത് നോക്കുന്നു, അതിനുശേഷം നോക്കി എന്നിട്ട് അത് കീറിച്ചാടും. എന്തേ? ആർക്കും കിട്ടിക്കൂടാ, അതിനില്ല എന്നീ പറയാനറിയാം, എന്നാലും അത് കീറിച്ചാടും. നിങ്ങൾ വളരെ ഡീസന്റ് ആയ ആൾക്കാരാണെന്ന് എനിക്കറിയാം. ഒന്ന് നിങ്ങളുടെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ. ചിലവർക്ക് ഭയമാണ്. നിങ്ങൾ ഏത് വേദിയിൽ പോയിക്കോ, ആദ്യത്തെ 3 വേദിയിലെ കസേരയിൽ ആരുണ്ടാവും? എല്ലാവർക്കും ബാക്കിലിരിക്കാം, പുറകിലിരിക്കാം. നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്ന് പോലും നിങ്ങളുടെ വിജയത്തിന്റെ സൂചനയാണ്. ഈ 7 വിജയം 7, പരാജയം 7. നിങ്ങൾക്ക് ഏതിലാ കൂടുതൽ? 14 ടോട്ടൽ എടുക്കാം, മാർക്ക് കിട്ടോ. 10ൽ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് 55 സമയമാവുന്ന അവസാനിപ്പിക്കും. തുടരുന്നു അടുത്ത ആഴ്ച വീണ്ടും. ഞാൻ ഈ ശത്രുക്കളല്ല, ബന്ധുക്കളെ ശത്രുക്കളെ പേര് പറയുന്നത്. ആഗ്രഹങ്ങൾ, നല്ല ആഗ്രഹങ്ങൾ, എന്തെങ്കിലും നന്നായി. ആഗ്രഹം ദോഷാവാൻ പാടില്ല. വിശ്വാസം, സ്നേഹം. ആരോട്? സ്വന്തം ഭാര്യയോടൊന്നുമല്ല, പ്രപഞ്ചത്തിലെ സ്നേഹം.
സെക്സ് ലൈംഗികത ആവശ്യമാണ്, അത് അതിൻ്റെതായ കൺട്രോളിൽ. ഇവിടെ വേറെ അധ്യായം ഉണ്ടാവുന്ന പറയാം. എന്തൂസിയാസം, ഒരു ഊർജ്ജസ്വല, കാണുമ്പോൾ തന്നെ നിരാശനായിട്ട് പോകുന്ന ആൾക്കാർ. നിങ്ങൾ വെറുതെ, ഞാൻ പലപ്പോഴും സെഷനിൽ പറഞ്ഞുകൊണ്ട് ആവർത്തനം വരിച്ചേതു, ഒരു മലയാളിയോട് എങ്ങനെയുണ്ട് സാറേ, എന്ത് ചെയ്യാൻ, ഇങ്ങനെ പോകുന്നു. വീട്ടിൽ ബെൻസ് കാറുണ്ടാവും, എന്നാലും ഈ കക്ഷി പറയില്ല. നിങ്ങൾ വിദേശിനെ കണ്ടുപോകും, ഹൗ ആർ യു, ഐ ആം ഫൈൻ. ഓൻ എന്താ വേവിലാതി പറഞ്ഞില്ല, ഐ ആം നോട്ട് ഫൈൻ. ഇതുവരെ എന്നെ കൂടെ ഒരു പറഞ്ഞില്ല. അവിടെ ഈ സെഷൻ ഇപ്പൊ തീരും ഒരു 9:15. എഴുന്നേൽക്കുമ്പോൾ പോലും കുറച്ച് ഉഷാറ് വേണം. ഇത് ഈശ്വര, ഈ ജീവിതം ഇത് എന്തിനു നൽകി എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ. അല്ല, ദുഃഖഭാരങ്ങളും പങ്കുവെക്കുന്ന ഒരു പാട്ടലുണ്ടായിരുന്നു. അതിൽ എടുത്ത് ചാടുക, എടുത്ത് കളയുക. ചാടുക പറഞ്ഞാൽ വിവിധ സംസ്ഥാനക്കാർക്ക് വലിയ ഭാഷകൾ വ്യത്യാസമുണ്ട്. ഇന്ന് ഭാഷ ഇത് അപൂർണമിംഗഹോ എന്ന് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞത് 7 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്ര ഉണ്ട് പ്രതീക്ഷയുണ്ടോ? ഇനി 1, 2, 3 ഉണ്ട്. ഇനി ഇവിടെ 4 ഉണ്ട്, അവിടെ 5 ഉണ്ടെങ്കിൽ ബാലൻസ് പോയി. അതുകൊണ്ട് ആദ്യം ഒരു കാര്യം, ഈ വലിയ പ്രപഞ്ചത്തിലെ ചെറിയൊരു ആളാണ് നമ്മൾ. പണ്ട് ഒരാൾ പറയുന്നത്, പുതിയോട്ടപ്പോൾ ചെറിയൊരു സ്പാനർ എടുത്ത് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇതിന് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ എന്ന് എഴുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഈ 7 ഒന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് ആ ശക്തിയെ കുറിച്ച് ബോധ്യം വരും. അതിനുശേഷം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്തിനാ ഭയം, ആരോട് ഭയം? അതിന് ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഈ 14 എണ്ണം കൂടെ പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. അതിൽ വിജയിക്കുന്നതിനേക്കാൾ ഞാൻ നിങ്ങളോട് പ്രധാനം കൊടുക്കുന്നത് ഫിയർ. എന്താണ് ഫിയർ? ഫോൾസ് എക്സ്പെക്ടേഷൻ അപ്പിയേഴ്സ് റിയൽ എന്നാണ്. തെറ്റായ എന്തും നിങ്ങൾക്ക് ഭയം ഉണ്ടാക്കും. ആ ഭയത്തിന്റെ കുറച്ചപ്പുറം പോയി അത് ഫോബിയായി മാറും. ഒരു തവള തന്നെ ഒന്നും ചെയ്യില്ലെന്നറിയുമെങ്കിലും തവളയെ പേടിക്കുന്ന ഒട്ടനവധി പേർ ഈ സ്ക്രീനിലുണ്ട്. ഒന്നുമില്ല, എന്റെ മകളുണ്ട്, എന്റെ പെങ്ങളുണ്ട്, ടീച്ചറാണ്. ഒരു കൂറ കണ്ടിട്ടാവുമ്പോ കൂറയെ ഭയന്ന് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സിംഹത്തെ സ്നേഹിക്കുന്ന, പാമ്പുകളെ സ്നേഹിച്ച് അതിന് ഉമ്മ കൊടുക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട്. ഭയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് സ്നേഹം. നിങ്ങൾ ആദ്യം ഇല്ലാതാക്കേണ്ട വികാരം ഭയമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കുറച്ചു കഴിയുമ്പോൾ ഉത്കണ്ഠയും, കുറച്ചു കഴിയുമ്പോൾ സ്ട്രെസ്സും, അവസാനം ജീവിത നിരാശയോടുള്ള ഡിപ്രഷനൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള അധ്യായം അതിന്റെ ചെറിയൊരു രൂപത്തിൽ നിങ്ങളോട് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഇതിൽ എല്ലാം പഠിക്കാനൊന്നും പോകണ്ട. പക്ഷെ ഇന്നൊരു തീരുമാനം എടുക്കേണ്ടത്, ഞാൻ വിജയിക്കാനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നത്. ജയിക്കാനായി ജയിച്ചവൻ എന്നൊരു വാക്കുണ്ടല്ലോ. നമ്മളൊരു സാധാരണ മനുഷ്യനിൽ നിന്ന് വലിയ വിശ്വമാനവനാവുക. മനുഷ്യൻ ചന്ദ്രനിൽ പോയപ്പോൾ പറഞ്ഞ നീൽ ആംസ്ട്രോങ് പറഞ്ഞ ആ കോട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എ സ്മോൾ സ്റ്റെപ്പ് ഓഫ് ഹ്യൂമൻ ബീയിങ് ബട്ട് എ ജയന്റ് ലീപ്പ് ഓഫ് മാൻകൈൻഡ്. എൻ്റെ ഒരു ചെറിയ കാൽവെപ്പ്, പക്ഷെ മാനവികതയുടെ ഏറ്റവും ഉയർന്ന ഒരു തലം. നമുക്ക് അതിലേക്ക് വരാം. അതിനുള്ള എല്ലാ വഴികളും ഈ പ്ലാറ്റ്ഫോമിലുണ്ട്, ജ്ഞാനമുണ്ട്. കൂടുതൽ കാര്യങ്ങളും അതുപോലെ ചർച്ചകൾക്കുമായി വേദി വിട്ടുകൊടുക്കുന്നു. മിനിഷ്, ഓവർ ടു യു. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളുകളെക്കാൾ പിന്നീട് വന്ന ആളുകളുണ്ട്. അവരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് ഈ പ്രോഗ്രാം അവസാനിക്കുന്ന ഈ ഒരു വേളയിൽ. അതേപോലെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മാഷോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട്. അതിന് മുന്നേ ആയി ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് ഒരു പേരുണ്ട്, യാനം എന്നാണ്. അത് യു ആർ നോട്ട് അലോൺ മൈ ഡിയർ എന്നാണ്. വളരെ വ്യക്തമായി 2026 ഫൈനാൻഷ്യൽ ഗോളുകളെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരേ മനസ്സ് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പല മേഖലയിലുള്ള ആളുകളുണ്ട്. ഡയറക്ട് സെല്ലിംഗിലുള്ള ആളുകളുണ്ട്, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ട്, പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ളതാണ് ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാം തികച്ചും സൗജന്യമായ ഒരു പ്രോഗ്രാമാണ്.
എല്ലാ വ്യാഴാഴ്ചയും ഈ ബുക്കിന് ശേഷം, ഇത് രണ്ടാമതൊരു ബുക്ക് റിവ്യൂ ആണ്. അടുത്ത ഒരു 3-4 ആഴ്ചക്ക് ശേഷം അടുത്തൊരു ബുക്കിന്റെ റിവ്യൂ ഉണ്ടാവും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വായനാശീലം വീണ്ടും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഈ ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം. ഒരു ബുക്ക് വായിക്കുവാനും അതിലുള്ള അറിവുകൾ ജീവിതത്തിൽ പകർത്തി ജീവിത വിജയം കൈവരിക്കാൻ വേണ്ടി നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച സെയിം ലിങ്ക് ആയിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് മാഷോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അവിടെ നിങ്ങൾക്ക് തമ്പോ അല്ലെങ്കിൽ ലവ് ചിഹ്നമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രകടിപ്പിക്കാം. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും. ഹലോ. അതുപോലെ ഈ ചാറ്റ് ബോക്സിൽ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. നിങ്ങൾ അപ്ഡേഷൻ ഒക്കെ കിട്ടും. പെയ്ഡ് പ്രോഗ്രാമുകൾ ഉണ്ട്, അതേപോലെ 2-day 3-day പ്രോഗ്രാമുകൾ ഉണ്ടാവും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഗോൾ സെറ്റിംഗ് ഉണ്ട്, പാരന്റിങ് ഉണ്ട്. അങ്ങനെ പല പല പ്രോഗ്രാമുകൾ നടത്തുന്ന ഒരു ട്രെയിനിങ് അക്കാദമി കൂടിയാണ് ധ്യാനം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സൂം വിട്ടു തരികയാണ്. അപ്പോൾ വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഈ ബേസിക് ആയിട്ടുള്ള വികാരങ്ങൾ നമ്മളിന്ന് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല, അത് കറക്റ്റാണ്. കാരണം നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അവിടെ കിടക്കും. പക്ഷെ വിഷയം ഈ അമിഗ്ഡാല, നമ്മുടെ ബ്രെയിനിലുള്ള അമിഗ്ഡാല, റെപ്റ്റീലിയൻ ബ്രെയിൻ, അതായത് നടുക്കുള്ള ബ്രെയിൻ ആണ് ഈ വികാരങ്ങൾ. അത് നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. കാട്ടിലൊക്കെ വായുവില്ല നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് നമ്മളെ സർവൈവലിന് ആവശ്യമുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ ഭയം അതല്ല. നമ്മുടെ ജീവിത വിജയത്തെ തന്നെ തടസ്സപ്പെടുത്തുള്ള അകാരണ ഭയത്തെ കുറിച്ചാണ് പറയുന്നത്. തനിക്ക് പറ്റില്ല, താൻ അതിന് കൊള്ളില്ല എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഭയത്തെ കുറിച്ച് മാത്രമാണ്. ഇൻസ്റ്റിങ്ക്റ്റിലുള്ള ഭയം എന്ന് പറയുന്നത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജീവികൾക്കും ഉണ്ടോ. എത്രയായാലും അത് മാനൊക്കെ ഓടിക്കും, സിംഹത്തിനെ കാണും, അത് ഓടണം. അതിന് സർവൈവലിന് വേണ്ടി കൊടുത്തിരിക്കുന്ന യൂണിവേഴ്സിന്റെ ഒരു മെക്കാനിസമാണ്. പക്ഷെ അത് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് അഭീഹി അഭീഹി. അദ്ദേഹത്തിന് ഒരു കോട്ടതാണ്, ഭയമില്ലാത്തവനാകൂ. എന്തിന്? ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടി നിങ്ങളൊരു ഭയമില്ലാത്തവനാകൂ എന്ന അർത്ഥത്തിലേക്ക് അതിനൊന്ന് മാറ്റണം. മറ്റേ പുരുഷോത്തം പറഞ്ഞ വളരെ ശരിയാണ്. ആ വികാരം പെട്ടെന്ന്, ഈ ഒരു വികാരം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. അതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. താങ്ക് യു സർ. ഫിയർ എന്നല്ല പറയാ, ഫോർഗെറ്റ് എവരിതിങ് ആൻഡ് റൺ എന്നാ പറഞ്ഞത്. ഒന്നുകിൽ പേടിച്ച് തിരിച്ചോടാ, അതർവൈസ് യു ക്യാൻ ഫേസ് എവരിതിങ് ആൻഡ് റൈസ്. നേരിടാം. വലിയ ടോപ്പിക്കാണ് ഫിയർ. ഏതായാലും നമുക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ വരട്ടെ. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളിലും ചർച്ചകളിലും പങ്കെടുക്കുമ്പോൾ ഒരുപാട് മനുഷ്യരിൽ മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പറഞ്ഞു ജിതിന് ഒരുപാട് സ്ഥലത്ത് സെഷൻ ചെയ്യുന്നതാണ്. അപ്പൊ എത്രത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു സെൽഫിഷ് ആയ ഒരു ട്രെയിനർ ഒന്നല്ല അദ്ദേഹം, നമ്മൾ പോലെ ചിന്തിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവർ ഇതിൽ വരും. ലൈക്ക് മൈൻഡഡ് പീപ്പിൾ യുണൈറ്റ് എന്ന് പറയുന്ന വലിയ യൂണിവേഴ്സിറ്റി പ്രിൻസിപ്പലാണ്. താങ്ക് യു ജിതിൻ ഫോർ ദിസ്. സുമേഷ് ഒരു ദീർഘകാലമായി മാതരോഗ വിദഗ്ധനാണ്. പുതിയ ആൾക്കാർക്ക് വേണ്ടി പരിചയപ്പെട്ട ഡോക്ടർ സുമേഷ് നമ്മുടെ യാനത്തിന്റെ വലിയ കരുത്തനായ ഒരു സാരഥിയാണ്. ഇപ്പോൾ നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാണ്. ഈ യാനത്തിന്റെ പ്രത്യേകത പുതുതായിക്കോട്ട് പറയും, ഇതിലൊരു കുടുംബമാണ്. അതുകൊണ്ട് ആ ഒരു സുഖം കൂടെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും എന്നുകൂടി ഒന്ന് ആവർത്തിക്കട്ടെ. പുതു ആൾക്കാരോട് മാത്രമാണ്. ഓക്കെ. ഈ ഇപ്പൊ മഞ്ഞുമ്മൽ ബോയ്സ്, നിങ്ങൾ കണ്ടൊരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതിൽ ഒരാൾ വീഴുന്നു, മറ്റൊരാൾ അദ്ദേഹത്തെ എഴുതുന്നു. ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്. ഒരുപാട് അവരോട് സംസാരിക്കാൻ നേരിട്ട് പറ്റി. പിന്നീട് ആ സിനിമ വന്നപ്പോൾ അതിന്റെ ഡയറക്ടറും ഒരു ശിഷ്യനായി മാറുന്നു. അതൊക്കെ നമുക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ കുറെ കോയിൻസിഡൻസ് ആണ്. അപ്പൊ അന്ന് ഞാൻ ആ കക്ഷിയോട് ചോദിച്ചിരുന്നു, ഈ ഗർത്തത്തിൽ വീണ സമയത്ത് വീണ ആൾക്കൊന്നും ഞാനില്ല, ഈ എടുത്ത കക്ഷിയോട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് വേറൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല, ഞാൻ ഇവനെ എടുക്കുന്ന മാത്രമേ ഉള്ളൂ, ഇനി ഞാൻ അങ്ങോട്ട് പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സുനിൽ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എപ്പോഴും കുട്ടികളോട് പറഞ്ഞ ഉദാഹരണമുണ്ട്. നിങ്ങളൊരു 100 മീറ്റർ ഓടുന്നുണ്ടെങ്കിൽ അത് 1ാം സ്ഥാനം എപ്പോഴും ഉസൈൻ ബോൾട്ടിനായിരിക്കും. പക്ഷെ രമേശ് മാഷ്ക്കും വിജയിക്കാൻ പറ്റും, പുറകിലൊരു പുലി വരണം എന്ന് ഞാൻ പറയാറുണ്ട്. ആ പുലി വന്നു കഴിഞ്ഞാൽ ഞാനായിരിക്കും 1ാം സ്ഥാനം, അല്ലാണ്ട് ഉസൈൻ ബോൾട്ട് ആയിരിക്കില്ല. ഈ പവർ, അതായത് നമ്മുടെ എക്സ്ട്രീമിറ്റി പവർ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ഉള്ളതാണ്. അത് സർവൈവലിന് മാത്രമേ എടുക്കൂ, സർവൈവലിന് മാത്രമേ അത് പുറത്തേക്ക് എടുക്കൂ. അതാണ് ഈ പറയുന്ന കാമുകിയെ കാണാൻ പോയതും തിരിച്ചു വരുന്നതും അതിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാൻ കാരണം. സിമ്പിൾ ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം. പ്രേതം എന്നതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതായിട്ട് ഒരു സർവേ പറയുന്നത്. ലോക ചരിത്രത്തിൽ ഇതുവരെ പ്രേതം ഒരാളെയും കൊന്നിട്ടില്ല. മാക്സിമം 350 മില്ലി രക്തം കുടിക്കുമായിരിക്കും ഡ്രാക്കുള, അതിനപ്പുറം ഡ്രാക്കുളക്ക് പോലും കുടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പ്രേതം ആരെയും കൊന്നിട്ടില്ല. അതുകൊണ്ട് പ്രേതത്തെ ഞങ്ങൾക്ക് കൊന്നിട്ടില്ല. പക്ഷെ നമുക്ക് പ്രേതം ഭയങ്കര ഭയമാണ്.
പക്ഷെ കൊന്നവരെ നമുക്കൊരു പേടിയില്ല. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇതൊക്കെ ബ്രെയിനിന് കൊടുക്കുന്ന മെസ്സേജ്. അതിൽ ഒറ്റ സെന്റൻസ് ഞാൻ സ്ട്രൈക്ക് ചെയ്ത അമ്മമാർ കാക്കാച്ചി അല്ലെങ്കിൽ ബൊക്കാച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് അറിയാതെ ഭയം എന്നൊരു സാധനം ഇൻജെക്ട് ചെയ്യണം. അതുകൊണ്ട് വിദേശ രാജ്യത്തെ ഏതെങ്കിലും അമ്മ ഒരു കുട്ടിയെ ഭയപ്പെടുത്തിയാൽ അവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ്. അതത്ര വെക്കണം. ഏതായാലും താങ്ക് യു ഫോർ യുവർ കമന്റ്. എല്ലാവരും നന്നാവട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അതെ, ഫിജി സാർ പറഞ്ഞ പോലെ നാളെ നമ്മുടെ എന്താണ് യാനം, എന്തിനാണ് യാനം, ഈ വർഷം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതിന്റെ വ്യക്തത പറയുന്ന ഒരു പ്രോഗ്രാം ആണത്. അപ്പൊ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നാളെ പങ്കെടുക്കാം. ആരെങ്കിലും അസോസിയേറ്റ് ചെയ്യിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജീവിത വിജയം ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് സമയമൊന്നുമില്ല, 2-3 വർഷം കൊണ്ട് സക്സസ് ആയി ഒരു വലിയ വിജയങ്ങളിലേക്ക്. അത് സാമ്പത്തികം മാത്രമല്ല, ആത്മീയപരമായിട്ടായിരിക്കാം, സാമ്പത്തികമായിട്ടായിരിക്കാം, സാമൂഹ്യപരമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം. ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് ട്രെയിനേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിസ്റ്റുകൾ ഉണ്ട്. അപ്പോ അവർക്കുള്ള സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു കടമയായിട്ട് കണക്കാക്കുന്ന ഒരു കൂട്ടായ്മ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കൂട്ടായ്മയ്ക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, പരസ്പരം ഒരേ മനസ്സോടെ മുന്നോട്ട് പോകുന്ന ആളുകൾ തമ്മിൽ നന്ദിയുടെ ആവശ്യമില്ല എന്ന് അറിയാം, എന്നാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സുരേഷ് ഗോപി പറഞ്ഞല്ലോ, ശുഭരാത്രി സുഖനിദ്ര അല്ലേ?